കർത്താവിന്റെ ധന്യനാമം ഈ അനുഗ്രഹീത നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ ദൈവം തന്ന എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് ചെയ്യുന്നു. ഈ അനുഗ്രഹീത പ്രാർത്ഥന കൂട്ടായ്മയുടെ ഇന്റർനാഷണലിന്റെ എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ദൈവം നിങ്ങളെ ഒന്നിച്ച് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ രാത്രി നമുക്ക് തിരുസാന്നിധ്യത്തിന് മുമ്പിൽ കൂടി വരാം. ദൈവം നമ്മോട് സംസാരിക്കുന്ന അത്ഭുത നിമിഷങ്ങളായി മാറട്ടെ. ദൈവശബ്ദത്തിന് വേണ്ടി നമുക്ക് ചെവി കൊടുക്കാം. പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഒന്നിച്ചു സഹായിക്കട്ടെ. കർത്താവിന്റെ പക്കൽ തന്ന ഒരു തിരുവെഴുത്തിന്റെ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ വളരെ ശാന്തമായി ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ കർത്താവിൽ നിന്ന് കേൾക്കുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് അടുത്തു വരാം. കർത്താവ് നമ്മോട് ഇന്ന് രാത്രി സംസാരിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയും പരിശുദ്ധാത്മാവ് നമ്മോട് ആഴത്തിൽ ഇടപെടേണ്ടതിനായിട്ട് എല്ലാ ഹൃദയങ്ങളും ഒന്ന് സമർപ്പിച്ച് തിരുവെഴുത്തുകളുടെ പൊരുൾ തിരിച്ച് കർത്താവ് നമുക്ക് തരേണ്ടതിനായിട്ട് ദൈവിക ആഴങ്ങളെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തേണ്ടതിനായി ഒന്നിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ സന്നിധാനത്തിൽ അടുത്തു വരുന്നു. ഞങ്ങളോട് സംസാരിക്കാൻ അങ്ങയുടെ അതരം തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. എളിയവൻ ഒരു ഉപകരണമായിട്ട് അങ്ങയുടെ മുമ്പാകെ ഇരിക്കുന്ന ജനത്തോട് പങ്കുവെക്കേണ്ടിയ ദൈവിക ദൂതുകൾ ഏറ്റവും കൃത്യവും വ്യക്തവുമായി അവർക്ക് അറിയിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഒരു ആഴത്തിലുള്ള ഇടപെടലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൽപ്പനകളും അങ്ങയുടെ ആലോചനകളും അങ്ങയുടെ തിരുവെഴുത്തുകളും പൊരുള് തിരിച്ച് സ്വർഗം ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദി പറയുന്നു. എല്ലാ ദൈവപ്രവർത്തികൾക്കും സ്തോത്രം, എല്ലാ പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾക്കും സ്തോത്രം, എല്ലാ ദൈവിക നിറവുകൾക്കും നന്ദി പറയുന്നു. എല്ലാ ദൈവ ഇഷ്ടത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചു തരും. സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവെഴുത്തിലേക്ക് അടുത്ത് വരാൻ നമ്മൾ ഒന്നിച്ച് ഇന്ന് പകൽ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിനകത്തുനിന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യമാണ് നമ്മൾ പ്രാരംഭമായിട്ടൊന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്താണ്. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ഈ ചിന്തകളിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദം നമ്മോട് ഇടപെടുന്ന നിമിഷങ്ങളായി മാറട്ടെ. കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും എല്ലാം നമ്മളിൽ വെളിപ്പെടുവാനിടയാകട്ടെ. നമ്മൾ ഈ തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ ശരിക്കും അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് ഈ കൊരിന്ത്യർ ലേഖനം. നമ്മൾ ഈ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഒത്തിരിവിധമായ വിഷയങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൊരിന്ത് സഭ നേരിടുന്ന ഒത്തിരി വെല്ലുവിളികൾ. ആ വെല്ലുവിളികളിലേക്ക് പൗലോസ് പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് അവരുടെ പൊസിഷൻ, അവരുടെ സ്പിരിച്വൽ പൊസിഷൻ എന്തെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു എഴുത്താണ് ഈ 9-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മറ്റുവിധ പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഇന്ന് രാത്രി പോകുന്നില്ല. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് അവരുടെ മനസ്സിനെ ഉറപ്പിച്ച ആ ഒരു തിരുവെഴുത്തിൽ നിന്ന് ദൈവം എന്റെ മനസ്സിൽ നൽകിയ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് ഞാൻ കൈമാറുവാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവം ഒരു 3 കാര്യം എനിക്കതിനകത്തൊന്ന് മനസ്സിലായി. 1, നമ്മെ വിളിച്ചൊരു ദൈവം. 2, ആ ദൈവ സ്വഭാവത്തിനകത്തെ വിശ്വസ്തത. 3, നമ്മെ എവിടേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മെ വിളിച്ച ആ പദവി ഏതാണ്, നമ്മെ വിളിച്ചിരിക്കുന്നത് ആരാണ്, ആ ദൈവത്തിന്റെ ക്യാരക്ടർ എന്താണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തൂടെ മനസ്സിലാവും. ശരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ എന്നൊരു പദമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ എന്നൊരു പദമാണ് നമ്മൾ ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, മറ്റു 2 പദങ്ങൾ നമ്മൾ വിടുകയാണ്. യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ എന്നൊരു പദത്തെ നമ്മളൊന്ന് ധ്യാനിക്കാൻ നോക്കിയാൽ ശരിക്കും കൊയ്നോനി എന്നൊരു പദമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പുതിയ നിയമത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഒരു പദം. കാരണം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എവിടേക്കല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ഒരു സംഘടനയിലേക്കാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ കാണുന്ന ഒരു സിസ്റ്റത്തിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്
യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ പദവി ആ ഹയർ, ആ വലുതായ ഉത്തമമായ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾ. ഞാന് ഈ ഒരു പദത്തിന്റെ പലവിധമായ മീനിങ്ങിനെ നോക്കി. ശരിക്കും ഒന്നല്ല പല ആസ്പെക്റ്റിൽ ഞാൻ ആ ഭാഗത്തെ എനിക്ക് മനസ്സിലാക്കാനിടയായി. ഈ കൂട്ടായ്മ എന്ന പദത്തിന്റെ വ്യത്യസ്ത ആശയങ്ങൾ ഞാനതിനെ നോക്കിയപ്പോ, ഒന്ന് കമ്മ്യൂണിയൻ എന്നൊരു പദം കാണുന്നുണ്ട്. കമ്മ്യൂണിയൻ. 2 പാർട്ടിസിപ്പേഷൻ, 3 ഷെയറിങ്, 4 പാർട്ണർഷിപ്പ്, 5 ഇന്റിമേറ്റ് സ്പിരിച്വൽ യൂണിയൻ. ശരിക്കും ആ കൂട്ടായ്മ എന്നൊരു പദത്തെ നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ അതെന്താണ്? അതൊരു കമ്മ്യൂണിയനാണ്. അതൊരു പാർട്ടിസിപ്പേഷൻ ആണ്, പങ്കാളിത്തമാണ്. അത് ഒരു പങ്കുവെക്കലാണ്, ഷെയറിംഗ് ആണ്. ഇനി അത് ഒരു കൂട്ടുത്തരവാദിത്തമുള്ള ഒരു പാർട്ണർഷിപ്പാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് ആൻ ഇന്റിമേറ്റ് സ്പിരിച്വൽ യൂണിയൻ. ആഴമായ, തീവ്രമായ ആത്മീയ ഒരുമയാണ് നമുക്ക് ക്രിസ്തുവായിട്ടുള്ളത്. അപ്പം നമ്മെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ആ കമ്മ്യൂണിയനിലേക്ക്, ആ കൂട്ടുത്തരവാദിത്വത്തിലേക്ക്, ആ പങ്കുവെക്കലുകളിലേക്ക്, ആ ആത്മീയ തീവ്രമായ ഹൃദയബന്ധത്തിലേക്ക്. ഇതിനകത്തൊക്കെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ല. കർത്താവിന്റെ സന്ധിയിൽ ദീർഘദിവസങ്ങൾ പ്രാർത്ഥനയോടിരിക്കുന്ന ജനത്തോട് ഞാൻ പറയുന്നു, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവുമായിട്ടുള്ള ഒരാഴമായ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, കർത്താവുമായിട്ടൊരു ഹൃദയബന്ധത്തിന് വേണ്ടിയാണ്, കർത്താവുമായിട്ടൊരു ആത്മബന്ധത്തിന് വേണ്ടിയാണ്. നമ്മൾ മറ്റൊന്നിനുമല്ല കൊതിക്കേണ്ടത്. നമ്മൾ ഏറ്റവും അധികം കൊതിക്കേണ്ടത് അത് തന്നെയാ. എന്നെ ദൈവം വിളിച്ച വിളി, അതിന്റെ പൂർണ്ണതയിലേക്ക്, ആ കൂട്ടായ്മയുടെ മഹത്വത്തിലേക്ക് എന്നെ നിലനിർത്തണമേ എന്ന് ഒരു പ്രാർത്ഥന നമ്മുടെ അകത്ത് ഉയരുവാനിടയാകട്ടെ. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ അതിനകത്ത് കമ്മ്യൂണിയൻ എന്നൊരു പദം മാത്രം എടുത്താൽ, ഞാൻ ആ കമ്മ്യൂണിയൻ എന്ന പദത്തെ അതിന്റെ ഡിക്ഷണറിയിൽ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്ന് രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. ഈ കമ്മ്യൂണിയൻ എന്ന് പറയാൻ ഒരു ഹൃദയ സംവാദം, ആശയവിനിമയം, ഇടപാട്, പങ്കുവെക്കൽ. ഈ പദപ്രയോഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിയൻ എന്ന പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പറഞ്ഞാൽ നമ്മുടെ ദൈവവുമായിട്ട് ഹൃദയ സംവാദം നടത്താൻ അവസരം കിട്ടിയവരാണ് നമ്മൾ. അപ്പൊ ദൈവം നമ്മെ വിളിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവവുമായിട്ട് നമുക്ക് എന്തിന് അവസരമുണ്ട്? ഹൃദയ സംവാദം നടത്താൻ. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, ടൈം അലോട്ട് ചെയ്യപ്പെടാതെ, ഒരു പ്രത്യേക സ്ഥലങ്ങളില്ലാതെ, ഒരു പ്രത്യേക ഇടങ്ങളില്ലാതെ ദൈവവുമായിട്ട് ഹൃദയം പങ്കുവെക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ. ആദരചർപ്പണം നടത്തുന്നവരല്ല നമ്മൾ, വായി കൊണ്ട് പറയുന്നവരല്ല നമ്മൾ, 1000 പ്രാവശ്യം ആവർത്തിക്കുന്നവരല്ല നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെന്ന് കണ്ടെത്തി ഞാൻ പ്രയത്നം ചെയ്ത് അതിനെ നിവർത്തിക്കുന്നവരുമല്ല നമ്മൾ. മറിച്ച് കർത്താവിന്റെ ഹൃദയം എന്തെന്ന് വെളിപ്പെടുത്തി കിട്ടി, സമയമോ സ്ഥലമോ സാഹചര്യമോ ചുറ്റുപാടുകളോ അല്ലെങ്കിൽ മുഖാന്തരങ്ങളോ ഇതൊന്നുമില്ലാതെ ഇടനിലക്കാരില്ലാതെ നമ്മുടെ കർത്താവുമായിട്ട് ഹൃദയ സംഭാഷണം നടത്താൻ അവസരം കിട്ടുന്നവരാണ് നമ്മൾ. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ നമുക്കുള്ളത്? കർത്താവുമായിട്ട് ഹൃദയ സംവാദം നടത്താൻ, കർത്താവുമായിട്ട് ഹൃദയ സംഭാഷണം നടത്താൻ. നമ്മൾ ബന്ധങ്ങളിലും ബന്ധുതകളിലും ഒക്കെ ഉൾപ്പെട്ട് നിൽക്കുന്നവരല്ലേ. ഞാൻ ഈ ബന്ധുതകളുടെ ഒരു പൊതു പ്രത്യേകത പറയാം. ചിലരുമായിട്ടൊക്കെ നമ്മൾ പറയാം, ഇതെന്റെ ഇന്നാരാണ്, ഇതെന്റെ ഇന്ന ബന്ധമാണ്, ഇതെന്റെ ഇന്നാരാണ്. ബന്ധം നമ്മൾ പറയും, നല്ലതായിട്ട് ബന്ധം പറയും. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ ബന്ധം പറയുന്ന എല്ലാവരുമായിട്ട് നമുക്ക് ഹൃദയബന്ധം ഉണ്ടോ? രക്തബന്ധം നമ്മൾ പറയും, ഇതെന്റെ ഇന്ന റിലേറ്റീവാ. പക്ഷെ അവരുമായിട്ട് ഹൃദയബന്ധം ഉണ്ടോ? ഹൃദയപൂർവ്വം സംഭാഷിക്കാൻ പറ്റുമോ? ഈ പറയുന്ന പലരുമായിട്ടും നമുക്കൊരു ആത്മാർത്ഥ ബന്ധമുണ്ടോ? അവരുമായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് സംവദിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുമായിട്ട് അതില്ല. എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാവരുമായിട്ട് എനിക്കൊരു ആത്മബന്ധം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവിടെയാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തെ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത്. കർത്താവുമായിട്ടുള്ള ബന്ധം എന്നത് ക്രിസ്ത്യാനി എന്ന പേരിലല്ല, എന്റെ കർത്താവിനെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നതിലാണ് എന്റെ ദൈവമായിട്ടുള്ള ബന്ധം കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവിനെ ഞാൻ കേൾക്കുന്ന വ്യക്തിയല്ല, കർത്താവിനെ പറ്റി ഞാൻ വായിക്കുന്ന വ്യക്തിയല്ല, കർത്താവിനെ പറ്റി പാടുന്ന വ്യക്തിയല്ല, കർത്താവിനെ ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്. എത്ര ഭാഗ്യമാണ് എന്റെ പ്രിയരെ! കർത്താവിനെ അനുഭവിക്കാൻ ഈ ആയുസ് ലഭിക്കപ്പെട്ടതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഇല്ല. ഈ ആയുസ് നമുക്ക് കഴിയാതെ പോകുന്നെങ്കിൽ നമ്മളെക്കാൾ ഹതഭാഗ്യന്മാർ വേറെ ഇല്ല. നമ്മുടെ കർത്താവിനെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പാടിയിട്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രസംഗിച്ചിട്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, വായിച്ചിട്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല,
അല്ലെങ്കിൽ ഞാൻ എത്ര പ്രസംഗം കേട്ടിട്ടും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉറപ്പാ പറയുന്നു, എവിടെയോ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങൾ അടുത്തൊരു പടി കൂടെ അടുത്തു വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം എവിടെയോ ആ കൂട്ടായ്മ ബന്ധത്തിനകത്ത്, യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിനകത്ത് എവിടെയോ ഒരു വിഘ്നം സംഭവിച്ചു. അവിടെ ഒരു റെക്കൺസിലിയേഷൻ നമ്മിൽ സംഭവിക്കാൻ തയ്യാകട്ടെ. അപ്പം എവിടേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്? ഹൃദയ സംഭാഷണത്തിനാണ് വിളിച്ചത്. എന്റെ പ്രിയതേ, ഒരു സ്ഥലം വിഷയമല്ല, ഒരു സാഹചര്യം വിഷയമല്ല. നിങ്ങൾ ഇനി പഴയ നിയമത്തിലേക്കൊന്ന് വന്നേ. ദൈവമായിട്ട് ശരിക്കും ദൈവം എന്ന യാഹ്വേ എന്ന പദം തന്നെ അവർക്ക് പേടിയല്ലേ? യാഹ്വേ എന്ന പദം തന്നെ അവർക്ക് പേടിയാ. ഏതെങ്കിലും ഒരു ശാസ്ത്രി അല്ലെങ്കിൽ ഈ പകർത്തി എഴുതുന്ന മനുഷ്യൻ യഹോവ എന്നൊരു പദം എഴുതേണ്ടി വന്നാൽ അവൻ പോയി കൈയും കാലും ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം പുതിയ ആ പേന എടുത്തു മാത്രമേ, തൂലിക എടുത്തു മാത്രമേ അവൻ എഴുതത്തുള്ളൂ. കാരണം യഹോവ എന്ന പദം അത്രയ്ക്ക് ഭയമായി എഴുതുന്ന മനുഷ്യനും പകർത്തി എഴുത്തുകാരനും അത്രയ്ക്ക് ഭയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് യഹോവ എന്ന പേര് അവർ പേടിക്കുന്ന പേരാണ്. ദൈവത്തെ കാണുന്നവൻ മരിക്കണമെന്നാണ് പറയുന്നത്. ദൈവമായിട്ട് നേരിട്ട് സംവദിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പല ഭാഗത്ത് കാണുന്ന അത്യുന്നതനെ ഞാൻ കണ്ടുവല്ലോ, ഞാൻ മരിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ. അപ്പൊ ദൈവത്തെ കാണുന്നവൻ മരിക്കണം, ദൈവത്തെ കാണുന്നവൻ മരിക്കണം. ഇതായിരുന്നു പഴയ നിയമത്തിന്റെ ചിന്ത. അവിടെയാണ് പുതിയ നിയമ വിശ്വാസിയോട് പറയുന്നത്, തന്റെ പുത്രന് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എന്ന് പറഞ്ഞാൽ ആ മലയുടെ അടുക്കൽ പോലും ചെല്ലാൻ കഴിയാത്ത ഇസ്രായേൽ ജനം ഒരു മൃഗമെങ്കിലും ആ പർവ്വതം തൊട്ടാൽ അത് മരിക്കപ്പെടണം. ഇതായിരുന്നു അന്നത്തെ ചിന്ത. എന്നാൽ ഇന്ന് പർവ്വതത്തിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രത്യേകത ഞാൻ ഒരു പടിയും കൂടെ കടത്തി പറയാം. അപ്പന്റെ മടിയിൽ കയറിയിരുന്നു അപ്പ എന്ന് വിളിച്ച് ആ മാർവോടടുത്ത് വരുവാൻ, ആ ഹൃദയത്തിന്റെ ചൂട് അനുഭവിക്കാൻ, ഏതു വേദനയുടെ നടുവിലും ആശ്വാസം പ്രാപിക്കാൻ നമുക്ക് ലഭിക്കപ്പെട്ട കൂട്ടായ്മ ബന്ധത്തിന്റെ അനുഭവങ്ങൾ അത് വലുതാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഏറ്റവും ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറയണം, ഇതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഇല്ലെന്ന്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്, കർത്താവുമായിട്ടുള്ള ഹൃദയബന്ധത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് എന്നെ ദൈവം കൊണ്ടുവന്നു. അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ ഇല്ല. അപ്പം ദൈവവുമായിട്ട് ഞാൻ എന്താ നടത്തുന്നേ? ദൈവവുമായിട്ട് ഞാൻ ഹൃദയ സംവാദം നടത്തുക. ഈ രണ്ടാമത്തെ കാര്യം, ദൈവമായിട്ട് എനിക്ക് ആശയവിനിമയം നടത്താൻ പറഞ്ഞ ഹൃദയം പങ്കുവെക്കുന്നു, അതിനോടൊപ്പം ഹൃദയം പങ്കുവെച്ചുള്ള ആശയവിനിമയം നടത്താൻ കഴിയും. ഒരു കാര്യത്തെ ഞാൻ എത്ര പറയുന്നതിനേക്കാൾ വലുതാണ് ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഒരു കാര്യത്തെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കരമാണ് ഹൃദയത്തോട് സംസാരിക്കുന്നത്, ഹൃദയങ്ങളോട് സംസാരിക്കുന്നത്, മനസ്സുകളോട് സംസാരിക്കുന്നത്. ചില വ്യക്തികളെ നമ്മൾ നോക്കിയാൽ മതി, അവര് സംസാരിക്കുന്നതിനകത്ത് ഗംഭീരമായ വൊക്കാബുലറികളൊന്നുമില്ല. പക്ഷേ അവർ സംസാരിക്കുന്നത് ഹൃദയത്തോട്, അവർ സംസാരിക്കുന്ന ഹൃദയത്തോട്, മുറിവേറ്റ ഹൃദയത്തോട്, തകർന്ന ഹൃദയത്തോട്, ആശ്വാസം പ്രാപിക്കേണ്ടുന്ന ഹൃദയത്തോട് അവർ സംവദിക്കും. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? കർത്താവുമായിട്ട് നമുക്ക് തുറന്ന മനസ്സോടെ ഒരു ആശയവിനിമയം നൽകേണ്ടതിനാണ് ഈ കൂട്ടായ്മ ബന്ധം ദൈവം നമ്മൾക്ക് വേണ്ടി തുറന്നു തന്നത്. എന്ന് പറഞ്ഞ കർത്താവിനോട് മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്താൻ, മനസ്സ് തുറന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ഈ അടുത്തൊരു പദം കൂടെ പറഞ്ഞാൽ മനസ്സ് തുറന്ന് ദൈവവുമായിട്ട് ഇടപാട് നടത്താൻ. അതൊരു ഒരു ഒരു വ്യാപാരപരമായ പദമാണ്. പക്ഷെ ഞാൻ ആ ഡിക്ഷണറി മീനിങ്ങിനകത്ത് ആ പദം കണ്ടപ്പം എനിക്ക് സന്തോഷം തോന്നി. ദൈവവുമായിട്ട് ഇടപാട് നടത്താൻ ദൈവം നമുക്ക് അവസരം തന്നു. ദൈവവുമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ പഴയ നിയമത്തിൽ ചെന്ന് നോക്കിക്കേ. ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ പേടിച്ചല്ലേ ചോദ്യം ചോദിക്കുന്നത്. അബ്രഹാമൊക്കെ കർത്താവുമായിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ പറയും, അത്യുന്നതനോട് ഞാൻ ഒരു ചോദ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ എന്ന് പറഞ്ഞ ഒറ്റ പ്രാവശ്യം കൂടെ പറയാൻ അബ്രഹാമിന് പേടിയാ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവൻ ആർജ് ചെയ്തിട്ടാണ്, കർത്താവെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ചോദിക്കട്ടെ, അങ്ങനെ ചോദിച്ചത്. പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ച് പറയുകയാണ്, സ്വർഗത്തിനുള്ളതെല്ലാം നമുക്കുള്ളതെല്ലാം ആ സ്വർഗത്തിൻ്റെതുമായി മാറുന്ന ആത്മീയ യൂണിയനിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. അത് പറഞ്ഞാൽ എത്ര ഭാഗ്യകരമായ ബന്ധമാണ്. സ്വർഗത്തിനുള്ളതെല്ലാം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന. ശരിക്കും ഞാൻ ആ ബന്ധത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഒരു തീക്കകത്തേക്ക് ഒരു ഇരുമ്പിന്റെ റോഡ് ഇട്ടു. ചില മിനിറ്റുകൾ കഴിഞ്ഞു കഴിയുമ്പം നമുക്കതിനകത്ത് തീ ഏതാ ഇരുമ്പ് ഏതെന്ന് കാണാൻ കഴിയത്തില്ല. കാരണം ഇതിന്റെ രണ്ടിന്റെ നിറം ഒന്നായി. സംഭവിച്ചത് എന്താ? തീ ഇരുമ്പിലും ഉണ്ട്, ഇരുമ്പ് തീയിലും ഉണ്ട്. ഇത് രണ്ടും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ രണ്ടിന്റെയും നിറമൊന്നായി. ഞാൻ പറഞ്ഞത്, നാം ക്രിസ്തുവിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ
ക്രിസ്തുവിന്റെ രൂപത്തോടും ക്രിസ്തുവിന്റെ ഭാവത്തോടും ക്രിസ്തുവിന്റെ സ്വഭാവത്തോടും ക്രിസ്തുവിന്റെ മഹത്വത്തോടും ക്രിസ്തുവിന്റെ ശക്തിയോടും ക്രിസ്തുവിന്റെ തേജസ്സിനോടുമെല്ലാം നമ്മെ സമന്മാരാക്കി ദൈവവുമായിട്ട് ഇടപാട് നടത്താൻ സ്വർഗം നമുക്ക് അവസരം തന്നിരിക്കുന്നെങ്കിൽ ഈ ആയുസ്സിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? എന്റെ പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന എല്ലാ ശാരീരിക വിടുതലുകളെക്കാളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ മാനസിക വിടുതലുകളെക്കാളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ സാമ്പത്തിക വിടുതലുകളെക്കാളും, നമുക്ക് ലഭിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഏറ്റവും പ്രസക്തം എന്തെന്നറിയോ? നമ്മുടെ കർത്താവുമായിട്ട് നമുക്കൊരു സ്പിരിച്വൽ യൂണിയൻ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ കർത്താവുമായിട്ട് നമുക്ക് ഇടപാട് നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. സ്വർഗത്തിനുള്ളതെല്ലാം നമുക്കായി മാറുന്ന ആത്മീക അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ അതുമൂലം നമ്മുടെ ലൈഫിനകത്ത് വരാത്ത മാറ്റങ്ങളില്ല. ക്രിസ്തു വെളിപ്പാട് അകത്ത് കിട്ടുമ്പോൾ, ക്രിസ്തുവിന്റെ മഹത്വം അകത്ത് പ്രാപിപ്പാൻ, ക്രിസ്തുവിന്റെ തേജസ് അകത്ത് പ്രാപിക്കാൻ ലഭിക്കപ്പെട്ട അവസരമാണ് ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെയെങ്കിൽ സ്തോത്രം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ അതിനുവേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. അപ്പം എന്താണ് ഈ കൊയിനോനിയ? എന്താണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്? ഇതൊരു കമ്മ്യൂണിയനാണ്, ഇതൊരു ഹൃദയ സംവാദമാണ്, ഇതൊരു പങ്കാളിത്തമാണ്. അതുകൊണ്ടാ പൗലോസ് എഫേസ്യരിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് അവിടുത്തെ കൂട്ടവകാശികളാണ്, അവിടുത്തെ സഹപൗരന്മാരാണ് എന്ന് പറഞ്ഞ കർത്താവുമായിട്ട് കൂട്ടവകാശികളായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. അപ്പൊ നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ദൈവവുമായിട്ട് ആരാണ്? നമ്മൾ കൂട്ടവകാശികളാണ് എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശത്തിന്റെ കൂട്ടവകാശികളാണ് ഞാൻ. സ്വർഗീയ അധികാരത്തിന്റെ കൂട്ടവകാശികളാണ് ഞാൻ. സ്വർഗീയ മഹത്വത്തിന്റെ കൂട്ടവകാശിയാണ് ഞാൻ. ഈ കൂട്ടായ്മയിലേക്കാണ് ദൈവം എന്നെ വിളിച്ചത്. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പദം അതാണ്. ഒരു ഇന്റിമേറ്റ് സ്പിരിച്വൽ യൂണിയനിലേക്ക്, ആഴമായ തീവ്രമായ ആത്മീക ഒരുമയിലേക്ക്, ഐക്യതയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഒരു ആത്മീക ഐക്യതയിലേക്ക്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഒരു ശരീരമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റി, മ്ലേച്ഛകരമായ ഒന്നിനെ പറ്റി പറയുന്നു. പക്ഷെ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏക ആത്മാവാകുന്നു എന്നാണ് കാണുന്നത്. മറ്റിടത്ത് കാണുന്നത് ശരീരമാണ്, പക്ഷെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നത് ആത്മാവാകുന്നെന്ന് പറയുന്നത്. അപ്പം കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മൾ എവിടെ സംഭവിക്കുന്നത്? ആത്മാവുമായിട്ടൊരു ബന്ധം. അപ്പം ഈ ഭൂമിയിലെ ഒരു സിസ്റ്റത്തെ, ഈ ഭൂമിയിലെ ഒരു ഇമ്മോറാലിറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു, പക്ഷെ കർത്താവുമായിട്ട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് ഏക ആത്മാവാകുന്നു എന്ന് പറഞ്ഞാല് ആത്മാവുമായിട്ടുള്ള ബന്ധം, ആത്മാവുമായിട്ട് ഹൃദയബന്ധം, ആത്മബന്ധം, ഇതാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നെ. ഈ ബന്ധം പോയാലാണ് ശരിക്കും നമ്മൾ കരയേണ്ടത്. ശരിക്കും നമുക്ക് കുറ്റബോധം സംഭവിക്കേണ്ടത്, ദൈവമേ എനിക്ക് ആ ബന്ധം പോയല്ലോ എന്നതിനകത്ത്, ആ ബന്ധം പോയതിലോ എന്നതിനകത്ത്. കാരണം മറ്റെന്തു കാര്യമുണ്ടെങ്കിലും എന്റെ ദൈവം അത് റെസ്റ്റോർ ചെയ്യുന്നത് ചെയ്യാം. പക്ഷെ ഈ കൂട്ടായ്മ ബന്ധത്തിനകത്തുനിന്ന് നിങ്ങൾ വെളിയിൽ പോയാൽ അത് റെസ്റ്റോർ ചെയ്യേണ്ടത് ഞാനാ. കാരണം എന്റെ മനസ്സിനകത്തുള്ള തീവ്രമായ ആഗ്രഹങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവങ്ങളും മാത്രമാണ് എനിക്ക് ആ കൂട്ടായ്മ ബന്ധം തിരിച്ചു കിട്ടാനിടയാകുന്നത്. ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കർത്താവുമായിട്ടുള്ള ഈ ആഴമായ ഇന്റിമേറ്റ് സ്പിരിച്വൽ യൂണിയനിൽ നിന്ന് വെളിപ്പോയെങ്കിൽ, കർത്താവുമായിട്ടുള്ള ആത്മസമർപ്പണത്തിൽ നിന്ന് വെളിപ്പോയെങ്കിൽ, കർത്താവുമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനകത്തുനിന്ന് വെളിപ്പോയെങ്കിൽ, ഒരു തീവ്രമായ ദൈവാനുരൂപമായ അനുഭവത്തിൽ നിന്ന് വെളിപ്പോയെങ്കിലും, ഞാൻ പറയുന്നു ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവമേ, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. ഒരു തീവ്രമായ ഒരു അനുഭവത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. കർത്താവുമായിട്ട് ഒരു ആത്മബന്ധത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. ആഴമായ ബന്ധത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. തീവ്ര ബന്ധത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. അങ്ങനെയുള്ള കൊതിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. കാരണം ഇതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഈ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ആരാണ്? ഈ ആത്മീക യൂണിയന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വി ആർ ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിലാണ്. 2, നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേർക്കപ്പെട്ടവരാണ്. 3, വി ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോട് കൂടെ ഐക്യമധ്യപ്പെട്ടവരാണ് നമ്മൾ, ഏകീഭവിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇനി 4-മത്തെ കാര്യം, വി ആർ ഫിൽഡ് വിത്ത് ഹിസ് ലൈഫ്. നമ്മൾ അവിടുത്തെ ജീവന്റെ നിറവ് പ്രാപിച്ചവരാണ്. എത്ര ഭാഗ്യമാണ് പ്രിയരെ! നമ്മൾ ക്രിസ്തുവിലാണ്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ആ കൂട്ടായ്മ ബന്ധത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ വെട്ടിക്കളഞ്ഞെന്ന് എന്നിട്ട് കാറ്റൊലിവായിരുന്ന നമ്മെ
ആ നല്ലൊരുവിനോട് ചേർത്ത് ബന്ധിച്ചെന്ന്. ജീസസ്. നമ്മളൊട്ട് യോഗ്യതയില്ലാതെ പുറംപറമ്പിൽ കിടക്കപ്പെട്ട നമ്മളെ സ്വാഭാവിക കൊമ്പിനെ വെട്ടിക്കളഞ്ഞ് നമ്മെ അതിനകത്ത് ചേർത്തെങ്കിൽ ഈ ക്രിസ്തുവിൻ എന്ന വെളിപ്പാട്, ക്രിസ്തു വെളിപ്പാടിന്റെ അടുത്തുപോലും വരാൻ നമുക്ക് യോഗ്യതയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, നമ്മിൽ ഇരിക്കുക. ആ ക്രിസ്തു വെളിപ്പാട് നമ്മളിൽ വസിക്കുകയാ. കർത്താവിനെ അനുഭവിക്കാൻ അവസരം കിട്ടിയിരിക്കുക. എന്ത് ഭാഗ്യമാ പ്രിയരെ, എന്ത് ഭാഗ്യമാ! ഇതിനേക്കാൾ വലിയ ആത്മീക അനുഭവങ്ങളുണ്ടോ? ആ ക്രിസ്തുവിനോട് കൂടെ എന്നെ കൂട്ടി യോജിപ്പിക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ഏകം മനസ്സോടമായി, ക്രിസ്തുവിൻ ഞാൻ ഏക ശരീരമായി മാറി. യഹൂദനെന്ന് വ്യത്യാസമില്ല, യവനെന്ന് വ്യത്യാസമില്ല, ജാതി എന്ന് വ്യത്യാസമില്ല, മറ്റു ഒരു വ്യത്യാസങ്ങളുമില്ല. വ്യത്യാസങ്ങളും വേർകൃത്യങ്ങളും ഒന്നുമില്ലാതെ നമ്മെ എല്ലാം എന്ത് ചെയ്തു? ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു, ഏക ശരീരമാക്കി തീർത്തു, ഏകാത്മാവാക്കി തീർത്തു. കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിനകത്ത് നമ്മെ കൊണ്ടുവന്നെങ്കിൽ എത്ര ഭാഗ്യമാണത്, എത്ര ഭാഗ്യമാണത്. അപ്പോൾ നമ്മെ ക്രിസ്തുവിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല, അവിടുത്തെ ജീവനിൽ നമുക്ക് പങ്കാളിത്തം തന്നു. അവിടുത്തെ ജീവനിൽ നമ്മള് തിരുവഴുത്തിനകത്ത് കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സ്നാനത്താൽ അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് നമ്മൾ പങ്കാളികളായി തീരുകയാണ്, അല്ലെ? പങ്കാളിയായി തീരുക. എന്നാൽ ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ സ്നാനപ്പെട്ട് കയറുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ആ ജീവന്റെ പങ്കാളിത്തം അവന്റെ ലൈഫിനകത്തേക്ക് സ്വർഗം പകരുകയാണ്. അവൻ അതിനും പങ്കാളിയായി മാറുക. അവന്റെ ഹൃദയം കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിനകത്ത് അവൻ സമർപ്പിക്കപ്പെട്ട് ഒരു പുതുജീവിതത്തിലേക്ക് അവൻ തുറക്കപ്പെട്ട് അവൻ പോകുന്ന വഴികളിലൊക്കെയും, അവൻ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെയും, അവൻ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥകളിലൊക്കെയും അവൻ യേശുവിന്റെ ജീവൻ പങ്കുവെക്കുന്നവനായി മാറുക. നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? കർത്താവുമായിട്ടുള്ള ആത്മബന്ധത്തിനകത്തേക്ക് അവിടുത്തെ ജീവൻ പങ്കുവെക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചോ, ഞാൻ ഇനി ഒരു 3-4 കാര്യങ്ങൾ നിങ്ങളുമായി പ്രധാനമായി പങ്കുവെക്കാൻ താല്പര്യപ്പെടും. ഇതിന്റെ ഒരു 4 ആസ്പെക്റ്റുകളാണ് ഞാൻ പങ്കുവെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, നമ്മൾ എന്താണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്? ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പ്രധാനമായ കാര്യം ഞാൻ പറഞ്ഞു, ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ആഴമായ ബന്ധം. അപ്പൊ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലുള്ള ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ട്? ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ട്? 1, അവിടുത്തെ കൃപയുമായിട്ട് നമുക്ക് പങ്കാളിത്തമുണ്ട്. 2, അവിടുത്തെ നീതിയുമായിട്ട് നമുക്ക് പങ്കാളിത്തമുണ്ട്. 3, അവിടുത്തെ സമാധാനവുമായിട്ട് നമുക്ക് പങ്കാളിത്തമുണ്ട്. 4, അവിടുത്തെ ആത്മാവുമായിട്ട് നമുക്ക് പങ്കാളിത്തമുണ്ട്. 5, അവിടുത്തെ ജയവുമായിട്ട് നമുക്ക് പങ്കാളിത്തമുണ്ട്. 6, അവിടുത്തെ അവകാശവുമായിട്ട് നമുക്ക് പങ്കാളിത്തമുണ്ട്. അപ്പം എന്റെ പ്രിയരെ, ക്രിസ്തുവിൽ നമുക്കിടെ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അവിടുത്തെ കൃപയിൽ നമുക്ക് പങ്കാളിത്തം, അവിടുത്തെ നീതിയിൽ നമുക്ക് പങ്കാളിത്തം, അവിടുത്തെ സമാധാനത്തിൽ നമുക്ക് പങ്കാളിത്തം, അവിടുത്തെ ആത്മാവിൽ നമുക്ക് പങ്കാളിത്തം, അവിടുത്തെ ജയത്തിൽ നമുക്ക് പങ്കാളിത്തം, അവിടുത്തെ അവകാശത്തിൽ നമുക്ക് പങ്കാളിത്തം. എന്റെ പ്രിയരെ, ദൈവം നമുക്ക് നൽകിയത് ഇത്രയും മേഖലകളിലുള്ള പങ്കാളിത്തമാണ് ക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഗലാത്യലേഖനം 2:20 പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പം പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഇനി ഞാൻ ജീവിക്കുക എന്നൊരു തലയില്ല, ഇനി ക്രിസ്തു എന്നെ ജീവിക്കുന്നേ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിനും എനിക്ക് പ്രശംസിപ്പാനില്ല. പൗലോസ് പറയുന്നു, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. അവിടെ എല്ലാം പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ കൃപയുടെ പങ്കാളിത്തമാണ് എന്റെ ലൈഫിനെ മുമ്പോട്ട് നയിക്കുന്നത്. തീവ്രമായ വേദനകൾ, തീവ്രമായ ബുദ്ധിമുട്ടുകൾ, പലവിധമായ ഭാരങ്ങൾ, ഉള്ളു നൊമ്പരപ്പെടുന്ന വേദനകൾ, ഇതെല്ലാം ഉള്ളപ്പോഴും പൗലോസിന്റെ മനസ്സിനകത്തുള്ള ഉറപ്പ്, അവിടുത്തെ കൃപ എനിക്ക് മതി, അവിടുത്തെ കൃപ. കാരണം കർത്താവ് കൊടുത്ത ഉറപ്പാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പം ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയാണ് നമ്മെ നടത്തുന്നത്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് നമ്മെ നടത്തുന്നത്. ആഴമായ ദൈവിക ബോധ്യമാണ് നമ്മെ വഴി നടത്തുന്നത്. അപ്പം ദൈവകൃപയുടെ നിറത്തിലേക്ക് സ്വർഗം നമ്മെ വഴി നടത്തുകയാണ്. അപ്പം അവിടുത്തെ കൃപയിൽ നമുക്ക് പങ്കാളിത്തം, അവിടുത്തെ നീതിയിൽ നമുക്ക് പങ്കാളിത്തം. ഇനി ഞാൻ കർത്താവ് പറഞ്ഞ മറ്റൊരു ഭാഗം പറയാം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വരുമ്പം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം അവിടെ കാണുന്ന ഒരു പദമുണ്ട്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ട് പറയാ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയില്ല. എന്റെ പ്രിയരെ, ഇപ്പം ഈ ഒരു സൂമിൽ ഞാൻ നിങ്ങളോടൊപ്പം കയറി ഇത് പങ്കുവെക്കുന്നത്
എനിക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട്. എന്നാൽ പെട്ടെന്ന് ഇവിടെ ഇപ്പം കറണ്ട് പോയാൽ ഈ നെറ്റ്വർക്ക് കണക്ഷൻ കട്ടാവും, വൈഫൈ കട്ടാവും. പക്ഷേ എനിക്ക് അതിനകത്തൊരു പോസിബിലിറ്റി പിന്നെയും കിടപ്പുണ്ട്. ഞാൻ ആ വൈഫൈ ഒന്നുകൂടെ പോയി ഒന്ന് ഓഫാക്കി, അല്ലെങ്കിൽ കറണ്ട് വന്ന സമയത്ത് ഒരു മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, പിന്നെയും ഈ കണക്ഷൻ എനിക്ക് തിരിച്ചു കിട്ടും. എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെയും നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാൻ, അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും, വരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ സൂം കട്ടായാലും എന്റെ മുമ്പിൽ ഒരു സാധ്യത കിടപ്പുണ്ട്. എനിക്ക് നെറ്റ്വർക്ക് കണക്ഷൻ തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. അത് സാധ്യതയാണ്. ടെക്നോളജി എന്റെ മുമ്പിൽ വെക്കുന്ന സാധ്യതകളാണ്. ആ കണക്ഷൻ പോയാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ എന്റെ വൈഫൈ പോയി കഴിഞ്ഞാൽ എന്റെ മൊബൈൽ ഡേറ്റ ഞാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യാൻ അടുത്തൊരു ഓപ്ഷൻ എന്റെ മുമ്പിൽ കിടക്കുക. പക്ഷേ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിനോട് പരിശ്രമിച്ചാൽ വല്ലതും നടക്കും? ഒന്നും നടക്കത്തില്ല. അത് കട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് തീർന്നു അതിന്റെ ജീവൻ. അത് മാവിന്റെ നല്ലൊരു ശിഖരമാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം മാങ്ങ ഉണ്ടായ ഒരു കൊമ്പാണ്. പക്ഷെ ഞാൻ വെട്ടിക്കളഞ്ഞ് അത് താഴെ കിടക്കുമ്പോൾ അതിനകത്ത് 10 മാങ്ങ പോയിട്ട് ഒരു മാങ്ങ അതിനകത്ത് ഉണ്ടാകത്തില്ല. കാരണം ഫലം എന്നത് എന്നേക്കുമായിട്ട് ആ കൊമ്പിൽ അടയപ്പെട്ടു. കാരണം ആ കൊമ്പിന് അതിന്റെ പ്രധാന വൃക്ഷവുമായിട്ടുള്ള ബന്ധം പോയി. ഞാൻ പറഞ്ഞത് കർത്താവ് ഇത് തന്നെയാ പറഞ്ഞത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കയ്പാൻ കഴിയാത്തതുപോലെ എന്റെ പ്രിയരെ, ടെക്നോളജിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവുമായിട്ടുള്ള ബന്ധം പോയാൽ, അതുകൊണ്ട് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തെ പറയുന്നത് തലയായവനിൽ നിന്നല്ലോ. അപ്പം നമ്മുടെ ശരീരം, നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങൾ, അവയവങ്ങൾ, ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്താണ്? തലയായവനിൽ നിന്നാണ്. നിർഭാഗ്യവശാൽ ഏതെങ്കിലുമൊക്കെ ഉള്ള സാഹചര്യത്തിനകത്ത് അംഗഹീനരായ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? അംഗഹീനരായ മനുഷ്യരെ, അപകടത്തിനകത്ത് വിരലുകൾ, കാലുകൾ, കൈകൾ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ, അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. ദൈവം അവരെ പുലർത്തുന്നുണ്ട്, നടത്തുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന മേഖലയിൽ അവർ പ്രയോജനപ്പെടുന്നുണ്ട്. പക്ഷേ ഏത് അപകടം വന്നാലും ആ അപകടത്തിനകത്ത് തല നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ലൈഫ് തീർന്നവിടെ. എന്ന് പറഞ്ഞാൽ കൈകളും കാലുകളും മറ്റൊന്നിനും യാതൊരു കുഴപ്പവും കാണത്തില്ല. തലയുമായിട്ടുള്ള ബന്ധം പോയാൽ, തലയ്ക്ക് ഡാമേജ് സംഭവിച്ചാൽ ലൈഫിന്റെ എക്സിസ്റ്റൻസ് പോയി, ശരീരത്തിന്റെ എക്സിസ്റ്റൻസ് പോയി. ഇതാണ് കർത്താവുമായിട്ടുള്ള ബന്ധം കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മുടെ തലയാണ്, അവിടവുമായിട്ടുള്ള ബന്ധമാണ് നമ്മെ നിലനിർത്തുന്നത്. നമ്മുടെ മുമ്പിലെ പ്രതിസന്ധി നമുക്കൊരു വിഷയമല്ല, നമ്മുടെ മുമ്പിലെ ഭാരം നമുക്കൊരു വിഷയമല്ല. അത് എത്ര വർദ്ധിച്ചു വന്നാലും തലയുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടെങ്കിൽ ഭാരങ്ങളുടെ മുകളിൽ നിങ്ങൾ പോകും. കാരണം ഭാരമല്ല നിങ്ങൾക്ക് വലുത്, പ്രശ്നമല്ല നിങ്ങൾക്ക് വലുത്, പ്രതിസന്ധി അല്ല നിങ്ങൾക്ക് വലുത്, മറിച്ച് അതിനേക്കാൾ വലുതാണ് തലയുമായിട്ടുള്ള ബന്ധം. തലയുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആണ്, കർത്താവുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആണെങ്കിൽ, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും ദൃഢമാണെങ്കിൽ, ശക്തമാണെങ്കിൽ, ഉറപ്പുള്ളതാണെങ്കിൽ, ഞാൻ ഉറപ്പ് പറയാം, ഇനി 100 കണക്കിന് പ്രശ്നങ്ങൾ ഒരുപോലെ ലൈഫിനകത്ത് വന്നാലും അവരതിന്റെ മുകളിൽ നിന്നിട്ട് പറയും, എന്റെ ദൈവത്താൽ. സഹോദരക്കാരൻ പറയുന്ന ഏറ്റവും പരിചിതമായ പദം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ധൈര്യവാ. കാരണം തനിക്കറിയാം, ഞാൻ കർത്താവുമായിട്ടൊരു ബന്ധത്തിലാണ്, കർത്താവുമായിട്ട് ആഴമായ ഡീപ്പ് റിലേഷൻഷിപ്പ് എനിക്കുണ്ട്, ആഴമായൊരു ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രതിസന്ധികളെ ഞാൻ ചാടിക്കടക്കും, ഈ പ്രതിസന്ധികളെ ഞാൻ അതിജീവിക്കും, ദൈവ ഇഷ്ടത്തിനകത്ത് ഞാൻ മുൻപോട്ട് പോകും, ഞാൻ ഏറ്റവും ജയിക്കും, ഞാൻ അതിജീവിക്കും. കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഞാൻ ഒരു പടിയും കൂടെ മുൻപോട്ട് വരും. റിലേഷൻഷിപ്പാണ് ഇതെല്ലാം. എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് ആ ബന്ധമുള്ളവൻ, ഞാൻ പറഞ്ഞില്ല, നമ്മളിൽ ലഭിക്കപ്പെടുന്ന അസാധാരണമായ ഒരു ധൈര്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിനകത്ത് അവിടുത്തെ കൃപയും, അവിടുത്തെ നീതിയും, അവിടുത്തെ സമാധാനവും, അവിടുത്തെ ആത്മാവും, അവിടുത്തെ ജയവും, അവിടുത്തെ അവകാശവും, ഇത് മുഴുവൻ തുറന്നിട്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. സമാധാനരഹിതമായ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നത് മുമ്പിൽ വരുമ്പം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ പേരാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. സമാധാനം ലഭിക്കപ്പെടത്തില്ലെന്ന് ലോകം മുഴുവൻ വിധി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ ഒരു ദൈവപൈതൽ പറയുമില്ല. അതിന്റെ നടുവിൽ സ്വസ്ഥതയും സമാധാനവും ദൈവകൃപയും എനിക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം എനിക്ക് കർത്താവുമായിട്ട് ഒരു ആത്മബന്ധമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നുണ്ട്? ദൈവമായിട്ടുള്ള ആത്മബന്ധം. നിങ്ങളുടെ ചില അസമാധാനങ്ങൾ മാറുന്നത് ഈ ബന്ധം പെരുകുമ്പോഴാണ്. അസമാധാനം മാറുന്നത് ബന്ധം പെരുകുമ്പോഴാണ്.
ഈ റിലേഷൻഷിപ്പ് മാത്രം നിങ്ങളുടെ ലൈഫ് ക്ലിയർ ആയാൽ മതി. പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇത് വഴി മാറിക്കോളും. പ്രശ്നങ്ങളെ വഴി മാറ്റാൻ നിങ്ങളുടെ കാര്യം കൊണ്ട് ശ്രമിക്കേണ്ട, നിങ്ങൾ ആ ബന്ധത്തിനകത്ത് കയറിയാൽ മതി. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ പറയുന്നത്, പ്രശ്നത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഉപവാസത്തോടെ ഇരിക്കുന്നെങ്കിൽ ആ പ്രശ്നത്തിനെ ഓർത്ത് നിങ്ങൾ ബേജാറാവണ്ട, മറിച്ച് നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് അങ്ങ് വന്നാൽ മതി. കർത്താവുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ റൈറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ മാറും. നിങ്ങളുടെ മനസ്സിനകത്ത് വല്ലാതെ കുടികൊള്ളുന്ന ഭയം മാറും. നിങ്ങളെ നിരാശയിലേക്ക് തള്ളുന്ന സ്പിരിറ്റ് മാറും. നിങ്ങളെ സങ്കടങ്ങളിലേക്കും ആകുലതകളിലേക്കും ചോദ്യചിഹ്നമാക്കി നിങ്ങളെ വിടുന്ന ആ വല്ലാത്ത പൈശാചിക നുഖങ്ങൾ തകർന്നു മാറും. കാരണം നിങ്ങൾ എന്തിലേക്ക് കയറി? നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞില്ല, ആ ബന്ധത്തിനകത്തേക്ക് കയറുമ്പോൾ ഉറപ്പെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം എന്റെ കൂടെ ഒരുവനുണ്ട്, എന്റെ കൈ പിടിക്കുന്ന ഒരുവനുണ്ട്. നാളെ അറിയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ എന്റെ ഭാവിയുടെ മേലെ അധികാരമുള്ള ഒരുവൻ എന്റെ കൂടെ ഉണ്ട്. നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, ശക്തീകരിക്കാൻ കഴിയുന്നവൻ, ഭാവി തിരിക്കാൻ കഴിയുന്നവൻ, ജീവിതത്തെ മാറ്റാൻ കഴിയുന്നവൻ. തലമുറയുടെ വിഷയമാണോ വലിയ വിഷയം, അതിനെ തിരിക്കാൻ കഴിയുന്നവൻ, അധികാരമുള്ളവൻ എന്റെ കൂടെ കൊണ്ട്. ആ കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ദൃശ്യമേഖലയോ അദൃശ്യമേഖലയോ കാണുന്നതോ കാണാത്തതോമായ മുഴുവൻ മേഖലകളെ ചലിപ്പിക്കാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിന് കഴിയും. വിശ്വസിക്കുന്നവർ ഇന്ന് ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, എത്ര കാണുന്ന ദൃശ്യമേഖലയിലോ അദൃശ്യമേഖലയുമായ മുഴുവൻ വെല്ലുവിളികളെയും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത്, കർത്താവുമായിട്ടുള്ള ഇന്റിമേറ്റ് സ്പിരിച്വൽ യൂണിയനകത്ത് എനിക്ക് അതിനെ മുഴുവൻ അതിജീവിക്കാൻ കഴിയും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പം പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്ന മേഖലയുമായിട്ടാണ് നമ്മുടെ വിഷയം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പടവെട്ടുന്നത് ഈ കാണുന്ന മേഖലയ്ക്ക് വേണ്ടിയാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ സമയം പടവെട്ടുന്നത് കാണുന്ന മേഖലയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഇതൊട്ട് അവസാനിക്കുമോ? അതുമില്ല. ഒരാളിടയ്ക്ക് പറഞ്ഞ പോലെ, ഒന്നങ്ങോട്ട് പറഞ്ഞു വിടത്തേ ഉള്ളൂ, അടുത്തത് ഓട്ടോ വിളിച്ചു വരുമെന്ന് എന്ന് പറഞ്ഞാൽ, ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത എന്ത് ചെയ്യും? അടുത്ത വന്നു കഴിഞ്ഞാൽ ക്യൂ നിപ്പുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ കോള് വിളിക്കുമ്പം നമുക്കറിയാം അടുത്ത ആള് ക്യൂവിലുണ്ട്. നമ്മൾക്കറിയാം ഒരു പ്രശ്നം അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അടുത്ത ക്യൂവിലുണ്ട്. ഇത് തീർന്നിട്ട് എന്റെ പ്രിയരെ, നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നടക്കത്തില്ല. എന്നാൽ കർത്താവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ അങ്ങ് ക്യൂവിൽ നിൽക്കും. നിങ്ങൾ പോലും അറിയത്തില്ല ഈ ക്യൂവിൽ നിന്ന് ഓരോ സാധനം വഴിമാറി പോകുന്നത്. ഇതൊന്നും നിങ്ങളുടെ വഴിയിൽ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ തടഞ്ഞില്ല. ഇതൊന്നും നിങ്ങളുടെ ഡെസ്റ്റിനിയെ തടഞ്ഞില്ല. ഇതൊന്നും നിങ്ങളുടെ ഭാവിയെ തടഞ്ഞില്ല. ഇതൊന്നും നിങ്ങളുടെ മുമ്പോട്ട് പോക്കിനെ തടഞ്ഞില്ല. നിങ്ങൾ ഏതു വഴിയിലാണോ ദൈവം നിങ്ങളെ നയിച്ചത്, ആ വഴി നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പലതും ചാടിക്കയറുന്നുണ്ട്. പക്ഷെ ചാടിക്കയറിയതിനെ പലതും ആ നിമിഷം തന്നെ വഴി മാറ്റുന്ന ദൈവ സാന്നിധ്യം അതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. കാരണം അപ്പം പിടിച്ചായി നടത്തുന്നേ, അപ്പനുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നടക്കുന്നേ. ഒരു കൊച്ചുകുഞ്ഞ് അവന്റെ അപ്പന്റെ തോളിൽ ഇരിക്കുമ്പോ അവൻ അറിയാം അതൊരു സ്ലിപ്പറി ഗ്രൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല, തന്റെ അപ്പനാ തന്നെ തോളെടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമേ തന്റെ ദേഹത്ത് തൊടാൻ കഴിയത്തുള്ളൂ. ഒരപ്പനിലുള്ള ധൈര്യം അത്, ഒരപ്പനിലുള്ള ഉറപ്പാത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ലൈഫിനകത്ത് കർത്താവുമായിട്ട് ഈ ഒരു കൂട്ടായ്മ ബന്ധത്തിനകത്തേക്ക് നിങ്ങൾ വന്നാൽ എത്ര ധൈര്യമായിരിക്കും ലൈഫിനകത്ത്, എത്ര ഉറപ്പായിരിക്കും ലൈഫിനകത്ത്. മുൻപിലും പിൻപിലും പ്രതിസന്ധികൾ വന്നാലും അതൊന്നും നമ്മെ ബാധിക്കത്തില്ല. അത് വന്നതുപോലെ മറ്റൊരു വഴി കൂടെ അത് പോകും. പക്ഷെ ദൈവം ഏൽപ്പിച്ച വഴി കൂടെ നമ്മൾ പോകും. നമ്മുടെ മുമ്പിൽ ഒരു വഴിയായി വരുന്നതിന് 7 വഴിയായി പറഞ്ഞു വിടാൻ അധികാരമുള്ളവൻ എന്റെ കൂടെ ഉണ്ട്. അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവൻ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, എന്നിൽ വസിക്കുന്നവൻ കരുത്തുള്ളവനാണെങ്കിൽ, എന്നിൽ വസിക്കുന്നവൻ ആ കൃപ അതിന്റെ ധാരാളിത്തം എനിക്ക് തരുവാൻ അധികാരമുള്ളവനാണെങ്കിൽ ഞാൻ മുൻപോട്ട് പോകും, ധൈര്യത്തോടെ മുൻപോട്ട് പോകും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നിനു വേണ്ടിയല്ല. എന്റെ കർത്താവെ, അങ്ങയുമായി ആഴമായി ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവരണമേ, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് എന്നെ കൊണ്ടുവരണമേ, ഒരാഴമായ ആത്മബന്ധത്തിലേക്കത്തേക്ക് എന്നെ കൊണ്ടുവരണമേ. അങ്ങയുടെ കൃപ തിരിച്ചറിയാൻ, അങ്ങയുടെ നീതി തിരിച്ചറിയാൻ, അങ്ങയുടെ സമാധാനം തിരിച്ചറിയാൻ, അങ്ങയുടെ ആത്മാവിനെ തിരിച്ചറിയാൻ, അങ്ങയുടെ ജയം തിരിച്ചറിയാൻ, അങ്ങയുടെ അവകാശത്തെ തിരിച്ചറിയാൻ, അങ്ങനെ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൗലോസിനെ നോക്കിക്കേ. ഒരു കുറച്ച് പതിറ്റാണ്ടുകൾ കർത്താവിന് വേണ്ടി സേവിച്ച മനുഷ്യൻ, ജീവിതത്തിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗം റോമിൽ വീട്ടു തടങ്കലിനകത്ത് നിൽക്കുന്നു. അതിനുശേഷം വലിയ പ്രഷറിലേക്ക് ഈ മനുഷ്യൻ പോകുന്നു. വീട്ടു തടങ്കലിനകത്ത് ഈ മനുഷ്യൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, തന്റെ മനസ്സിനകത്ത് പൗലോസെ, നമ്മളായിരുന്നെങ്കിൽ പല സഭകൾ സ്ഥാപിച്ചു, ഒത്തിരി ആത്മാക്കളെ നേടി, വലിയ മിഷൻ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞൊരു തടവിൽ കിടക്കുവാണെങ്കിൽ പറയും, മതി കർത്താവെ, റിട്ടയർമെന്റ് പീരീഡ് ഒക്കെ ആയി, ഇനിയിപ്പോ എങ്ങനെങ്കിലൊക്കെ സ്വസ്ഥമായി എനിക്ക് എന്ത് ചെയ്യണം, സ്വസ്ഥമായിട്ട് അങ്ങ് തീരണം, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങ് പോയാൽ മതി. പക്ഷെ അന്നേരം പുള്ളിയുടെ ആഗ്രഹം നിങ്ങൾ കേട്ടോ, എനിക്ക് ക്രിസ്തുവിനെ നേടണം. അടുത്തൊരു പദം, എനിക്ക് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്
അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. അപ്പൊ ചോദിക്കും, പൗലോസെ താങ്കൾ ഇത്രയും നാളായിട്ട് അത് അറിഞ്ഞില്ലേ? പൗലോസ് പറഞ്ഞ അറിഞ്ഞില്ലേന്നോ? അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവസാന നിമിഷവും കൊതിക്കുകയാണ്, ആ ബന്ധം ഒരിക്കലും പോകരുത്. അറിഞ്ഞിട്ടും കൊതി തീർന്നിട്ടില്ല. അനുഭവിച്ചിട്ടും കൊതി തീർന്നിട്ടില്ല. എന്ന് പറഞ്ഞ ആഗ്രഹിക്കും തോറും അനുഭവിക്കും തോറും അന്തരാത്മാവിന്റെ ദാഹം കൂടുന്ന ഒറ്റ ഇടയുള്ളൂ കർത്താവിനെ അറിയുന്നതിനകത്താ, ദൈവസാന്നിധ്യം അറിയുന്നതിനകത്താ. ഇത് എത്രത്തോളം കിട്ടുമോ അത്രയും കൊതി കൂടത്തേ ഉള്ളൂ. ഞാൻ തിരുവഴുത്തിനകത്ത് എന്നെ അമ്പരപ്പിച്ച കാര്യം പറയാം. ഈ ദൈവ സാന്നിധ്യത്തെ എത്രയും കൂടുതൽ അനുഭവിച്ചവരുണ്ടോ അവർ പിന്നെയും കൂടുതൽ അനുഭവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ പഴയ നിയമത്തിന്റെ കൺസെപ്റ്റിനകത്ത് ഞാൻ പറഞ്ഞു, യഹോവ എന്ന പദം പേടിയാണ് എല്ലാവർക്കും. മലയെങ്കിലും തൊട്ടാൽ മൃഗമാണേലും അത് മരിക്കണം. പക്ഷെ ആ സിസ്റ്റം കിടക്കുന്ന കാലത്ത് മോശ ദൈവത്തെ നോക്കി ചോദിച്ചൊരു കാര്യമുണ്ട്, കർത്താവ് എനിക്ക് അങ്ങടെ തേജസ് കാണും. അയ്യോ, ഞാൻ ആലോചിച്ചു, ശരിക്കും മോശ എന്ന മനുഷ്യനെ ഞാൻ ആ ദൈവസാന്നിധ്യം എന്ന വിഷയം പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം പറയാം. ഇദ്ദേഹം മലയുടെ മുകളിൽ പോയി, അങ്ങ് മുൾപ്പടർപ്പ് തൊട്ടുടങ്ങാം, മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ മഹത്വം നേരിട്ട് കണ്ടു. ഓരോ നിമിഷങ്ങളിലുമുള്ള ദൈവത്തിന്റെ നടത്തിപ്പ് കിട്ടി. ഇനിയും ആ മലയുടെ മുകളിൽ കയറി കർത്താവുമായിട്ട് 40 ദിവസം സംവദിച്ചു. ആടെ ഇറങ്ങി വന്ന് ജനത്തിന്റെ അനുസരണക്കേട് കണ്ടു. അനന്തരമായിട്ട് അവന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി ചെന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, എക്സോഡസ് 33 ഒരു ദൈവം ഒരു മനുഷ്യനോട് മുഖാമുഖമായി സംവദിക്കുന്നത് പോലെ, സ്നേഹിതനോട് സംവദിക്കുന്നത് പോലെ ദൈവം മോശയോട് സംവദിച്ചു. ഇത്ര അനുഭവം നമുക്ക് കിട്ടിയ ദൈവം ഒരു സ്നേഹിതനോട് സംഭാഷിക്കുന്നത് പോലെ നമ്മോട് സംഭാഷിച്ചു. ദൈവത്തോട് മുഖാമുഖമായിട്ട് സംഭാഷിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നു. കർത്താവിനെ മുൾപ്പടർപ്പിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ ഉറപ്പ് പറയും, 25 വർഷം പ്രസംഗിക്കാനുള്ള സാധനമായി. 25 വർഷം പ്രസംഗിക്കാനുള്ള സാധനം കിട്ടി. കാരണം എവിടെ ചെന്നാലും ഈ ഒരു സാധനത്തിന് മുകളിൽ പറയാനില്ലല്ലോ. മുൾപ്പടർപ്പ് ഞാൻ കണ്ടു, അല്ലെങ്കിൽ മുഖാമുഖമായി കണ്ടു, സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ അഭിമുഖമായി. 25 വർഷം ഓടും. പക്ഷേ ഇത്ര അനുഭവം കിട്ടിയിട്ട് മോശയോട് ചോദിക്കുക, എന്തേലും തൃപ്തി വന്നോ? പുള്ളി തൊട്ടടുത്ത ഭാഗം ചോദിക്കുക, കർത്താവേ ഇതൊന്നും പോരാ, എനിക്ക് നിന്റെ തേജസ് കാണണം. ശരിക്കും അതിന്റെ ലിറ്ററൽ മീനിങ് എന്തെന്നറിയോ? ലോർഡ്, ഐ വാണ്ട് ടു സീ യു ഫേസ് ടു ഫേസ്. എനിക്ക് നിന്നെ മുഖാമുഖമായി കാണണമെന്ന്. ഓ, ശരിക്കും എവിടെ പോയി ആ ജനത്തിന്റെ കൺസെപ്റ്റ് എവിടെ പോയി? ദൈവത്തെ കാണുന്നവൻ മരിക്കണമെന്നല്ലേ മോശെ? നീ എന്താ ചോദിക്കുന്നേ? എന്റെ പ്രിയരെ, ദൈവ സാന്നിധ്യത്തോട് അടുത്തപ്പം ഭയമൊക്കെ പോയി. പിന്നെ അവൻ ഒറ്റ കാര്യമുള്ളൂ, ഇതുവരെ അറിഞ്ഞതിനേക്കാളും അനുഭവിച്ചതിനേക്കാളും ഒരു പടിയും കൂടെ എനിക്ക് അനുഭവിക്കണമെന്ന്. ഒരു പടിയും കൂടെ. ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കേട്ടതല്ല, ഇതുവരെ അനുഭവിച്ചതല്ല, ഇതുവരെ അറിഞ്ഞതല്ല. അതിനേക്കാളും ഒരു പടിയും കൂടെ എനിക്ക് കയറി അനുഭവിക്കുന്ന എത്ര മഹത്തരമാണ്, എത്ര മഹത്തരം. ഞാൻ പറയും, ഇന്ന് രാത്രി ഇങ്ങനത്തെ ഒരു കൊതി ഈ ആത്മസമൂഹത്തിനകത്ത് ഉണ്ടാവണം. ഇങ്ങനത്തെ ഒരു കൊതി പ്രാർത്ഥിക്കുന്ന ജനത്തിനകത്ത് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു അല്പത്തിനകത്ത് തൃപ്തിയായി പോവുകയല്ല, മതി കർത്താവേ ഇങ്ങനൊക്കെ അങ്ങ് പോയേക്കാൻ. നോ. അത് ശരിക്കും ഇന്നത്തെ ആത്മസമൂഹത്തിനകത്ത് പിശാച് വിതയ്ക്കുന്ന ഏറ്റവും വലിയ വിധയാണ് ചില സംതൃപ്തികൾ. നമ്മൾ പോലും അറിയാതെ ചില മേഖലയിൽ നമ്മുടെ അകത്തൊരു സംതൃപ്തി അങ്ങ് വിതയ്ക്കുക. ഇത്രയൊക്കെ മതിയെന്ന്, ഞാൻ ഓക്കെ ആണെന്ന്, എന്റെ സ്പിരിച്വാലിറ്റി ഓക്കെ ആണെന്ന്, ഞാൻ ഇത്ര എൻകൗണ്ടർ ഒക്കെ ഇല്ലേ, ഇങ്ങനത്തെ അനുഭവങ്ങളിൽ നോ, പോരാ. കർത്താവ് പറയുന്നത്, നിനക്ക് ഏറ്റവും പുതുതായി ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് നിന്നെ നിലനിർത്താൻ ദൈവത്തിന് കഴിയും. കാരണം എന്നോടുള്ള കൂട്ടായ്മയ്ക്കകത്ത് എല്ലാ ദിവസവും പുതുക്കമുണ്ട്, എല്ലാ ദിവസവും നിറവുണ്ട്, എല്ലാ ദിവസവും വർധനവുണ്ട്, എല്ലാ ദിവസവും അതിന്റെ പുതിയ അനുഭവങ്ങളുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് ഇപ്പോഴും അവനിൽ ഇരിക്കേണ്ടതിനെ സഹായിക്കണം, അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടേണ്ടതിനെ സഹായിക്കണം, അവിടുത്തെ അറിയാൻ എന്നെ സഹായിക്കണം, അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി അറിയാൻ എന്നെ സഹായിക്കണം, അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാൻ എന്നെ സഹായിക്കണം. എത്ര പേർക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? കർത്താവേ, ഒരു വളർച്ച പ്രോഗ്രസീവായി ക്രിസ്തു എന്ന തലയോളം വളരുന്ന അങ്ങനെ ഒരു അനുഭവങ്ങളിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? പൗലോസ് എന്ന അപേക്ഷിത വൃത്യൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങേ കൂടുതൽ അനുഭവിക്കുന്ന തലത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. ഇനി ശ്രദ്ധിച്ചോ, രണ്ടാമത്തെ കാര്യം, ഒന്ന് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ. അതിലൊരു 5-6 തലങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി 2, ആ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ. ഓൾറെഡി പൗലോസ് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കഷ്ടാനുഭവങ്ങളുമായി ഫെലോഷിപ്പ് ഇൻ ഹിസ് സഫറിങ്സ്.
അപ്പം ആദ്യ ഭാഗം ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, രണ്ടാമതായിട്ട് ഫെലോഷിപ്പ് ഇൻ ഹിസ് സഫറിങ്സ്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിലുള്ള നമ്മുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയ്ക്കകത്ത് എന്റെ പ്രിയരെ റിജക്ഷൻ ഉണ്ട്, തള്ളപ്പെടലുകളുണ്ട്, ഇതിനകത്ത് പെർസിക്യൂഷൻ ഉണ്ട്, ഇതിനകത്ത് സാക്രിഫിഷ്യൽ ഒബീഡിയൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് നമ്മൾ ചിലതിനോട് പറ്റിച്ചേരേണ്ടി വരും. രണ്ടിനെ ഒരുപോലെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഒരേ സമയം രണ്ടിനും നമുക്ക് ചേർന്നിരിക്കാൻ പറ്റത്തില്ല. ഉഷ്ണവാനും ശീതവാനുമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. ഒന്നെങ്കിൽ ദൈവത്തോട് പറ്റിച്ചേരണം, അല്ലെങ്കിൽ ലോകവുമായിട്ട് ഇണങ്ങിച്ചേരണം. ദൈവത്തോട് പറ്റിച്ചേരുകയും ലോകത്തോട് ഇണങ്ങിച്ചേരുകയും ചെയ്യുന്നത് പറ്റത്തില്ല. ഒരേ സമയം ലോകത്തെയും ഒരേ സമയം ദൈവത്തെയും പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ചിലതിനെ ത്യജിക്കുന്ന നിങ്ങളുടെ മനസ്സിനകത്താണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നിങ്ങൾ ചിലതിനകത്തൊക്കെ കർത്താവിനെ അറിയാൻ തീരുമാനമെടുത്തതിനകത്തൊക്കെ വലിയ വില കൊടുത്താണ്. പ്രിയപ്പെട്ടവര്, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഒന്നും അനുകൂലമല്ല. ഇപ്പോഴും എതിർപ്പുകളുടെ നടുവിലാണ് നിൽക്കുന്നത്. നിങ്ങൾ പലതിനെയും ത്യജിച്ചിട്ടാണ് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഉറപ്പ് പറയാൻ കഴിയും, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയും നിങ്ങളോടുള്ള ദൈവത്തിന്റെ ഫേവറും വലുതാണ്. കാരണം നിങ്ങൾ അവിടുത്തെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ നടത്തുന്ന സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ആഴമായിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള അനുസരണങ്ങളെ ദൈവം നോക്കുന്നുണ്ട്. എപ്പോഴും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അനുസരിക്കുക മാത്രം ചെയ്യുക. നമുക്ക് കർത്താവോട് പറഞ്ഞേ, കർത്താവെ ഒരു ആഴമായ ഒരു അനുസരണം എനിക്ക് തരണേ. ചിലതിനെയൊക്കെ ത്യജിക്കാൻ, ചിലതിനെയൊക്കെ വിടാൻ, ചിലതിനെയൊക്കെ ഉപേക്ഷിക്കാൻ, ചിലതൊക്കെ കൈമോശം വന്നാലും കുഴപ്പമില്ല. അതിനേക്കാൾ ഗ്ലോറിയസ് ആണല്ലോ ദൈവം എന്റെ കൈ തന്നിരിക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിന്റെ ഉപമ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ട്. ഒരു മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും വിറ്റ് ഒരു വയലങ്ങ് വാങ്ങിച്ചു. നിങ്ങൾ ചിന്തിച്ച ഈ മനുഷ്യനെ നാട്ടുകാരെന്നാ പറയും? ഇന്നലെ രാത്രി വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എവിടെയോ തല തട്ടിയ ലക്ഷണം ഉണ്ട്. കാരണം ഒരായുസി മുഴുവൻ അധ്വാനിച്ച വീട്, അവന്റെ കൃഷിയിടങ്ങൾ, അവന്റെ മുന്തിരിത്തോട്ടങ്ങൾ, ഇത് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് വിറ്റുകളയുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരായുസ് മുഴുവൻ നേടിയത് ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് വിറ്റുകളയുക. എന്നിട്ട് വാങ്ങിച്ചതോ ഏതോ മൂലക്കുള്ള ഒരു വയല്. ആൾക്കാർ പറയും കിറുക്കനാ. കിറുക്കനോട് ചോദിക്കണം, നീ എന്തിനാ വയല് വാങ്ങിച്ചു? അവൻ പറയും, അവര് കണ്ടത് ഞാൻ വിറ്റ വീടേ ഉള്ളൂ, അവര് കണ്ടത് ഞാൻ വിറ്റ മുന്തിരിത്തോട്ടേ ഉള്ളൂ, അവര് കണ്ടത് എന്റെ നഷ്ടങ്ങളേ ഉള്ളൂ. എന്നാൽ ഞാൻ നേടിയെടുത്തതിനകത്ത്, ഞാൻ വിട്ടതിനേക്കാളും ഞാൻ ഉപേക്ഷിച്ചതിനേക്കാളും പല മടങ്ങ് മഹത്വമുള്ളത് അതിനകത്തുണ്ട്. എന്റെ പ്രിയരെ, നമ്മൾ നേടിയെടുത്ത ആ ദൈവിക ബോധ്യത്തിനകത്ത് നമ്മൾ വിട്ടതിനേക്കാൾ പല മടങ്ങ് മഹത്വം കിടപ്പുണ്ട്. നഷ്ടത്തെ ഓർത്ത് അല്ലെങ്കിൽ വിട്ടുപോകുന്നതിനെ ഓർത്ത് ആക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും ചോദ്യങ്ങളും അപമാനങ്ങളും ഒക്കെ നേരിടുന്നവരോട് ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ ലോകം കണ്ടത് നിങ്ങൾ ഉപേക്ഷിച്ചതിന്റെ വലിപ്പമാണ്, നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിന്റെ വലിപ്പമാണ്. അതിന്റെ പ്രിവിലേജുകളാണ് എപ്പോഴും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നത്. അതിന്റെ പ്രിവിലേജുകൾ നഷ്ടപ്പെടുത്തിയല്ലോ, നീ വിട്ടല്ലോ, ഉപേക്ഷിച്ചല്ലോ. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് മാനുഷികമായിട്ടൊരു വാക്ക് പോലും പ്രതികരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഉറപ്പാണ്, നിങ്ങൾ നേടിയെടുത്തതിനകത്ത് ദൈവം ഉൾനട്ടിരിക്കുന്ന ഒരു ദൈവ മഹത്വമുണ്ട്. ദൈവം അടക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവ മഹത്വമുണ്ട്. ഇതിനെ തിരിച്ചറിയാൻ നിങ്ങളുടെ കണ്ണു തുറക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ ഗാനങ്ങൾ പലതും പുറത്തു വരുന്നത് ഇങ്ങനെയുള്ള ചോയ്സുകളുടെ നടുവില. അന്നമ്മ മാമൻ എന്ന് പറയുന്ന ഒരു മാതാവ് എഴുതിയൊരു പാട്ടുണ്ട്. ശരിക്കും അവർ ലിറ്ററലി അവർ ആന്ധ്രയിലാണ് നല്ലൊരു വീട്ടിൽ വളർന്ന, നല്ലൊരു കുടുംബത്തിൽ വളർന്ന, യാതൊന്നിനും മുട്ടില്ലാത്തൊരു കുടുംബത്തിൽ വളർന്ന ഒരു പ്രിയപ്പെട്ടവൾ ദൈവത്തിന്റെ വിളി കേട്ട് താൻ കർത്താവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആന്ധ്രയിലേക്ക് പോകും. ലിറ്ററലി പട്ടിണിയുടെ ദിവസങ്ങൾ, ഒരു നേരം പോലും കഴിക്കാനില്ലാതെ പട്ടിണിയുടെ ദിവസങ്ങൾ. എനിക്കൊന്ന് ഒരു ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിയുന്ന ആ സമയത്ത് തന്റെ വല്യമ്മച്ചിയുടെ ഒരു കത്ത് വന്നു. വല്യമ്മച്ചി ഏറ്റവും സ്നേഹിച്ച ആ ആദ്യഘട്ടങ്ങളിൽ വളർത്തിക്കൊണ്ട് വന്ന വല്യമ്മച്ചിയുടെ ഒരു കത്ത് വന്നു. മോളെ, നീ എന്തിനാണ് ഈ കഷ്ടത്തിനകത്ത് കിടക്കുന്നത്? അവിടെ നിനക്ക് ആരുണ്ട്? നീ തിരിച്ചു വാ. നിനക്ക് വേണ്ടത് ഒരു ആയുസ് ജീവിക്കാനുള്ളത് മുഴുവൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ നിന്നെ വീട്ടിൽ കൈക്കൊള്ളാം. തിരിച്ചു വാ. 2 ദിവസത്തെ പട്ടിണി കിടക്കുമ്പോൾ മറുഭാഗത്ത് തിരിച്ചു വരാനുള്ള വിളിയും കൂടെ കിടക്കുകയാണ്. പൊട്ടിക്കരഞ്ഞു. മാനുഷികമായിട്ട് വികാരങ്ങൾ തിരതള്ളി പൊട്ടിക്കരഞ്ഞു. പക്ഷെ അല്പനേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവ് ഹൃദയത്തിനകത്ത് ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. ദൈവിക ഉറപ്പ് തന്റെ ഉള്ളിൽ കൈമാറാൻ തുടങ്ങി.
കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ തീവ്രമായ ഉറപ്പും ആ കൂട്ടായ്മയുടെ ബോധ്യവും തന്റെ ഹൃദയത്തിനകത്ത് നിറയാൻ തുടങ്ങി. ആ കത്തിന്റെ മറുവശത്ത് അവരെഴുതിയ 4 വരികൾ, അതുമൂലമാണ് വലിയൊരു പാട്ട് പുറത്തു വന്നത്. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായി മാറിയാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും എന്റെ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ക്രൈസ്തവ പോർക്കളത്തിൽ 10,000-കണക്കിന് ആൾക്കാരെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാൻ ഉറപ്പിച്ചൊരു പാട്ടാണ്. അതിന്റെ പശ്ചാത്തലം ഞാൻ ഈ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് തിരിച്ചു പോകാൻ എല്ലാ സാധ്യതകളും തന്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അവർ പറഞ്ഞത് ഇല്ല. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ഈ കഷ്ടത്തിന് നടുവിലും ഉണ്ട്, പ്രതിസന്ധിയുടെ നടുവിലും ഉണ്ട്. ഒരു കാലത്ത് ഒറ്റപ്പെടൽ കാണും, ഒരു കാലത്ത് പട്ടിണി കാണും. എല്ലാ കാലവും പട്ടിണിയാകണമെന്ന് നിർബന്ധമില്ല. എല്ലാ കാലത്തും ഈ രോഗം വഹിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാ കാലത്തും നിങ്ങൾക്ക് നേരെ എതിർപ്പുകളുടെ വാക്കുകൾ വരണമെന്ന് നിർബന്ധമില്ല. ഇന്ന് നിങ്ങൾ എതിർക്കപ്പെട്ട സാഹചര്യങ്ങൾ നാളെ നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഇന്ന് നിങ്ങളെ എതിർത്തവർ നാളെ നിങ്ങളുടെ കൂടെ ഇരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഇന്ന് നിങ്ങൾ വെല്ലുവിളി നേടുന്ന സാഹചര്യങ്ങളെ നാളെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ സാഹചര്യമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. എനിക്കറിയത്തില്ല, എനിക്ക് നിങ്ങൾ ഈ കൂട്ടായ്മയുടെ നേച്ചർ പോലും എനിക്കറിയത്തില്ല. ഈ കൂട്ടായ്മയുടെ നേച്ചർ എന്നത് പോലും എനിക്കറിയത്തില്ല. ഇതിനകത്ത് പങ്കെടുക്കുന്നവരെ ആരെയും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഞാൻ ഫീൽ ചെയ്ത് പറയുന്നു, ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയവർ ഇതിനകത്തുണ്ട്. ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയവർ, ഭവനങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിടുന്നവർ, അപമാനത്തിന്റെ വാക്കുകൾ നേരിടുന്നവർ, കൂരമ്പുകൾ പോലെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവർ, അങ്ങനെ മുറിവേൽപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, മനസ്സുകൊണ്ട് മടുത്തുപോയവർ എന്നീ സാഹചര്യങ്ങൾ മാറുമെന്ന് കർത്താവുമായിട്ട് തീവ്രമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കപ്പെടുമ്പോൾ ഈ വാക്കുകൾ മുറിവേൽപ്പിച്ച് പുറകിലടിക്കുന്നവർ ഇതിനകത്തുണ്ട്. നിങ്ങളെ നോക്കി ഞാൻ കർത്താവിൽ പ്രവചനാത്മാവിൽ തന്നെ ആ ദൂത് കൈമാറുന്നു. ഇല്ല, എന്നും ഈ സാഹചര്യങ്ങൾ നിൽക്കത്തില്ല, എന്നും ഈ സാഹചര്യങ്ങൾ നിൽക്കത്തില്ല. നിങ്ങൾ തിരിച്ചു പോകരുത്, നിങ്ങൾ ഉറച്ചു നിൽക്കണം. എവിടേക്കും മനസ്സിനകത്തങ്ങ് മടങ്ങിപ്പോയാലോ എന്ന ചിന്ത പോലും ഈ ദിവസങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷെ നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു, അല്ല, ഉറച്ചു നിൽക്കുക. എന്നും ഈ സാഹചര്യങ്ങൾ പോകത്തില്ല. ഇന്ന് നിങ്ങൾക്ക് നേരിട്ട എതിർപ്പിന്റെ സ്ഥലത്ത് തന്നെ നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കും. ഇന്ന് നിങ്ങൾക്ക് വെല്ലുവിളി നേരിട്ട ഇടത്ത് തന്നെ നിങ്ങൾ ദൈവമഹത്വത്തിന്റെ വാഹകരായിട്ട് നിൽക്കും. ഇന്ന് നിങ്ങൾ തകർന്നു പോകുമെന്ന് പറഞ്ഞ ഇടത്ത് തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹൃദയം നിറഞ്ഞ് കർത്താവിനെ നന്ദി പറഞ്ഞിട്ട് ഈ ദൂതനെ ഏറ്റെടുത്ത് സ്വീകരിച്ച് ആത്മാവിൽ ആമൻ പറഞ്ഞിട്ട് പറ. കർത്താവിന്റെ ആ മഹത്വത്തോട്, ആ തേജസ്സിനോട്, ആ കഷ്ടാനുഭവത്തോടെ എല്ലാം കൂട്ടായ്മയായി ഉറച്ചു നിൽക്കാൻ. ഹല്ലേലൂയ. എന്നും ഈ സാഹചര്യം പോകത്തില്ല. നമ്മൾ പാടുന്നല്ലോ, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. മാറ്റം വരും. ഇന്നത്തെ സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വരും. പ്രതീക്ഷിക്കാതെ ആ വിഷയങ്ങൾ, ആ സാഹചര്യങ്ങൾക്കകത്ത് കർത്താവ് മാറ്റം വരുത്തും. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ അങ്ങ് നിൽക്കുക. ഇത് നിങ്ങൾക്കൊരു അവസരമായി മാറട്ടെ. കൂട്ടായ്മ ബന്ധത്തിലേക്ക് നിങ്ങൾ ഒരു പടിയും കൂടെ കയറുന്ന അവസ്ഥയായി മാറട്ടെ. അത്ര വെല്ലുവിളിയുടെ നടുവിൽ ഒരു പാട്ട് പുറത്തിറങ്ങിയപ്പം ആ പാട്ട് 10,000-ങ്ങളെ ഉറപ്പിച്ചെങ്കിൽ ഇന്ന് കഷ്ടതയുടെ നടുവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വചനം, ഒരു പക്ഷെ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ഒരു ആത്മീക ബോധ്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ഒരു പാട്ട് നാളെയുടെ നീടകളിൽ 10,000-ങ്ങളുടെ ആശ്വാസത്തിന് കാരണമായി മാറും. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കിന് കരുത്തനായ ഒരു പ്രസംഗിക്കേണ്ട 2.5 മണിക്കൂർ പ്രസംഗത്തേക്കാൾ കരുത്തു വരും. കാരണം അത് അനുഭവത്തിനകത്തുനിന്ന്, തീവ്രമായ സാഹചര്യത്തിനകത്തുനിന്ന് ദൈവം രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നതാണ്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ചിലതിനെ അങ്ങനെ ദൈവം ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കുക. ഉപവാസ പ്രാർത്ഥന അങ്ങനെ ഒരു അത്ഭുതങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ്. ജീവിതത്തിനകത്ത് മടുത്തൊന്ന് ചിന്തിച്ച, അവസാനിച്ചൊന്ന് ചിന്തിച്ച, ഇതിനകത്ത് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ലെന്ന് ചിന്തിച്ച ചിലരൊക്കെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൈവിക ഇടങ്ങളാക്കി സ്വർഗം മാറ്റും. അത് ദൈവത്താൽ സംഭവിക്കും. മറക്കരുതേ, ഒന്നാമത്തെ കാര്യം കർത്താവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, അവിടുത്തെ കഷ്ടാനുഭവങ്ങളുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ തീർന്നിട്ടില്ല. അവിടുത്തെ ആത്മാവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, കമ്മ്യൂണിയൻ വിത്ത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ. എന്റെ പ്രിയരെ, നമ്മളെ സംബന്ധിച്ച് യോഹന്നാന്റെ ലേഖനം പറയുന്ന ഒരു പദമുണ്ട്, അവിടുത്തെ അഭിഷേകം തന്നെ നിങ്ങളിൽ ഇരിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കാതെ ആ അഭിഷേകം തന്നെ നിങ്ങളെ ഉപദേശിക്കുന്നു. അപ്പൊ നമ്മുടെ കൂടെ എന്തുമായിട്ടൊരു കൂട്ടായ്മയാണ് ദൈവം തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മ. എന്റെ പ്രിയരെ, മറ്റെല്ലാത്തിനേക്കാളും വലുതാണ് ഈ ഒരു കൂട്ടായ്മ, ഹോളി സ്പിരിറ്റുമായിട്ടൊരു കൂട്ടായ്മ. എന്നെ കഥ പറഞ്ഞ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നന്ന്, ഞാൻ പോകാൻ കാര്യസ്ഥ നിങ്ങളുടെ അടുത്ത് വരത്തില്ല. അവിടെ എന്തിനാ വരുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുന്നു.
എന്നാൽ അകത്ത് വന്ന് ദൈവവേദനോട് എന്താ ചെയ്യുന്നത്? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവിടുന്ന് നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും എന്ന് പറഞ്ഞ വഴി നിങ്ങൾ അലഞ്ഞു പോകത്തില്ല, വഴി അന്വേഷിച്ച് നിങ്ങൾ നടക്കേണ്ടി വരത്തില്ല. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളെ വഴി നടത്തുമെന്ന് നമ്മൾ പാടുന്ന ഒരു പാട്ടില്ലേ, ആത്മാവ വഴികാട്ടി എന്നെ സദാ നടത്തി എന്നെ കൊണ്ടുപോകും വാനത്തിൽ എന്ന് പറയാം. ആ ദിവസം വരെ എന്നെ വഴി കാട്ടുന്ന എന്തുണ്ട്? പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ടെന്ന് ദൈവാത്മാവിനെ എന്റെ ഉള്ളിൽ തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്നിൽ ആ ധൈര്യം തന്നിരിക്കുന്നു, എന്നിൽ ആ ബലം തന്നിരിക്കുന്നു. ആത്മാവുമായിട്ടൊരു കൂട്ടായ്മ. അപ്പം ഈ ഒരു കൂട്ടായ്മ, ഈ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ആഴമായ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഇനി തീർന്നിട്ടില്ല. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ആ പുത്രനുമായിട്ടുള്ള, ആ പുത്രന്റെ ജീവനുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് നമ്മൾ വിളിച്ചിരിക്കുകയാണ്. ഈ കൂട്ടായ്മയാണ് ശരിക്കും നമുക്ക് ഐഡന്റിറ്റി തരുന്നത്. നമ്മുടെ സ്വയത്തിന്റെ ഐഡന്റിറ്റികൾ ഇന്നലെ വരെ സാത്താന്യമായിരുന്നു. പക്ഷെ ഇന്നു മുതൽ നമ്മുടെ ഐഡന്റിറ്റി പുത്രത്വത്തിനകത്ത് ഉൾപ്പെടുന്ന ഐഡന്റിറ്റിയാണ്. ഇന്നലെ നമ്മൾ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. എഫെസ്യർ 2-ാം അധ്യായം. എന്നാൽ ഇന്നത്തെ നമ്മുടെ പദവി പുത്രത്വത്തിന്റെ അവകാശം ദൈവം നമുക്ക് തന്നു. അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ അവകാശം. എന്റെ പ്രിയരെ, ഇതല്ലേ ലൈഫിനകത്ത് ഏറ്റവും വലിയ കൂട്ടായ്മ? ഇതല്ലേ ലൈഫിനകത്ത് ഏറ്റവും വലിയ അവസ്ഥകൾ? കർത്താവുമായിട്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കാൻ. ഞാൻ ആ കൂട്ടായ്മ ബന്ധത്തിന്റെ ഏറ്റവും തീവ്രത മനസ്സിലാക്കുന്നത് ഇവിടെയാണ്. എന്റെ കർത്താവിനെ കയറി അബ്ബാ എന്ന് വിളിക്കാൻ, അപ്പാ എന്ന് വിളിക്കാൻ. ഓ, എത്ര മനോഹരാത് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ. ശരിക്കും ഞാൻ പഴയ നിയമത്തിലെ ആരാധന രീതി നോക്കുമ്പോഴേ, ഈ മഹാപുരോഹിതന് വർഷത്തിൽ ഒരിക്കലാണ് അതിവിശുദ്ധ സ്ഥലത്ത് പോകുന്നത്. ഈ അതിവിശുദ്ധ സ്ഥലത്ത് പോയാൽ പോലും ഒരു മഹാപുരോഹിതന് അവന്റെ നേർ കണ്ണുകൊണ്ട് തിരുനിവാസത്തെ നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കിയാൽ അവൻ അവിടെ വീഴും. അതുകൊണ്ട് ചെയ്യുന്ന കാര്യം, അവന്റെ ഒരു കയ്യിൽ യാഗരക്തവും മറുകൈയിൽ ധൂപവർഗവുമായിട്ടാണ് അവൻ അവിടേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ധൂപ വീശി അവൻ അവിടെ മുഴുവൻ പുക കൊണ്ട് നിറയ്ക്കും. എന്തിനാണെന്നറിയോ? അവിടെ പുക കൊണ്ട് നിറയ്ക്കുന്ന കാര്യം, അവിടെയുള്ള ദൈവമഹത്വത്തെ അവന് കാണാൻ കഴിയത്തില്ല. അതിനുവേണ്ടിയാ. കാരണം ആ ദൈവത്തിന്റെ ലിറ്ററൽ പ്രസൻസ് ഇറങ്ങി നിൽക്കുന്ന അതിനെ നോക്കിയാൽ അവൻ മരിക്കും. അതിനുവേണ്ടിയാണ്. അപ്പം അങ്ങനെ മാത്രമേ ആ മഹാപുരോഹിതന് പോലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിവിശുദ്ധ സ്ഥലത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അവിടെയാണ് യേശു തന്റെ ദേഹം എന്ന തിരശീല ചിന്തി ഒരു പുതു വഴിയങ്ങ് തുറന്നു. എല്ലാ കർട്ടനും ഭേദിച്ചു. അങ്ങനെ ഭേദിച്ചുകൊണ്ട് ഇന്ന് ലഭിച്ചത് എന്താ? എനിക്ക് എപ്പോഴും വിനാഴിക വ്യത്യാസമില്ല. ഓടിച്ച നഭ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നെങ്കിൽ, നമ്മെ പുത്രന്മാരും പുത്രിമാരുമാക്കി ദൈവം തീർത്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഏറ്റവും ധൈര്യത്തോടെ പറ, ഈ കൂട്ടായ്മ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പാണ് എന്റെ കർത്താവിന്റെ മക്കളെന്ന പദവിയിലേക്ക്. നമ്മൾ മക്കളാണ്. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പം നമ്മൾ പൊതു പ്രാർത്ഥനയ്ക്കകത്തൊക്കെ നമ്മൾ ഭയങ്കര ഗംഭീരമായ വാക്കുകളൊക്കെ ഉപയോഗിക്കും. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പബ്ലിക് പ്രയറിനകത്ത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പഴയ നിയമത്തിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, യഹോവ എന്ന പദം നേരിട്ട് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവര് പല പദത്തിലാണ് കർത്താവിനെ വിളിക്കുന്നത്, ദൈവത്തെ വിളിക്കുന്നത്. യഹോവ ഇരേ, യഹോവ ശാലോം, യഹോവ ഷമ്മ, യഹോവ നിസി, യഹോവ റോഹി, യഹോവ സിദഖീനു. ഇങ്ങനെ പല പദങ്ങൾ, ഓരോ ആവശ്യങ്ങളുടെ മുഖത്ത് ഓരോ പദങ്ങളാണ്. പുതിയ നിയമത്തിനകത്ത് കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഫാദർ ഈസ് ഇൻ ഹെവൻ. ഒറ്റ പദം, അപ്പ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് കരുതലാണ് ആവശ്യം, നിങ്ങൾക്ക് ജയമാണ് ആവശ്യം, നിങ്ങൾക്ക് അതിജീവനമാണ് ആവശ്യം, നിങ്ങൾക്ക് നിലനിൽപ്പാണോ ആവശ്യം? എന്തിനും ഒറ്റ പേര് മതി. സിമ്പിൾ പേര്, വൈകാരികമായ പദം, നിലനിൽക്കുന്ന പദം, സജീവമായ പദം, ഒരൊറ്റ പദം, അപ്പ. ഇനി ഞാൻ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ഇങ്ങനൊരു കൂട്ടായ്മയിലേക്ക് വന്ന് നമ്മൾ അപ്പാ എന്ന് വിളിച്ച് ആ സന്നിധിയിലേക്ക് വരുമ്പോ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ആ നിമിഷം നമുക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും. സ്വർഗത്തിന്റെ ആഴമായ ഇടപെടൽ നമ്മൾ അനുഭവിക്കും. എന്റെ മുമ്പിലെ പ്രശ്നങ്ങളല്ല, എന്റെ അപ്പനുമായിട്ടുള്ള ബന്ധമാണ് വിഷയം. എന്റെ അപ്പനുമായിട്ടുള്ള ബന്ധം. എനിക്ക് 9 വയസ്സുള്ളൊരു മോളുണ്ട്. അവൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടല്ലല്ലോ എന്റെ അടുക്ക വരുന്നത്. ഞാൻ ഈ സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ ഈ മുറിയിലോട്ട് കയറുന്നതിന് മുമ്പേ ചുമ്മാ തമാശക്ക് ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇടി പിടിച്ചിട്ടൊക്കെയാ കയറി. ഒന്ന് ഇടി പിടിച്ച സമയത്ത്
ഒരു തമാശക്ക് അവിടെ മുഖത്ത് ഞാൻ ഒരു 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 ചുമ്മനം കൊടുക്കാൻ വേണ്ടി ഒരു കടിയും കൂടെ കൊടുത്തു. അപ്പൊ തിരിച്ചു പറഞ്ഞു, അപ്പയ്ക്ക് ഞാൻ 2 തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നെനിക്ക് കിട്ടി. ഞാൻ ഈ മുറിയിലോട്ട് കയറുന്നതിന് മുമ്പേ പറഞ്ഞു, ഒന്നുകൂടെ തന്നിട്ട് ഞാൻ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. കയറി വന്ന് എന്റെ തോളെ കയറി ഈ പറഞ്ഞതൊക്കെ ചെയ്തു. അവൾ ഒന്നല്ല രണ്ടല്ല അതിനപ്പുറത്തോട്ട് ചെയ്യും. കാരണം എന്നോടുള്ള സ്വാതന്ത്ര്യം. അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, സ്വർഗവുമായിട്ട് എത്ര ഇന്റിമസി നമുക്കുണ്ട്? കർത്താവുമായിട്ട് എത്ര ഇന്റിമസി നമുക്കുണ്ട്? ഈ കൂട്ടായ്മ ബന്ധത്തിനകത്ത് നിങ്ങൾക്ക് സ്ഥിരതയോടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇന്റിമസിയുടെ തലം മാറും. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കർത്താവേ, അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിനകത്തേക്ക് അടുത്തൊരു തലത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. കർത്താവ് പറഞ്ഞ ഒരൊറ്റ പദം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് എല്ലാത്തിന്റെ റൂട്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിയുമെന്ന്. ആ സ്പോട്ടിൽ കർത്താവ് പഠിപ്പിക്കും, മോനെ നിനക്ക് ഒന്നും കഴിയത്തില്ല. ലൈഫിലെ ഏറ്റവും വലിയ പാഠം കിട്ടുന്നതല്ല, തോക്കുന്നതാണ്. ഞാൻ പറയും, മാത്സിൽ പറയും 0ക്ക് തനിയെ വാല്യൂ ഇല്ല. അത് മറ്റ് ഡിജിറ്റിനോട് ചേർത്ത് വെച്ചാൽ മാത്രമേ അതിന് എന്ത് ചെയ്യത്തുള്ളൂ, വാല്യൂ ഉള്ളൂ. ഞാൻ പറയും ലൈഫിനകത്ത് ഏറ്റവും വലിയ വാല്യൂ 0ക്ക്. കാരണം 0 ആയപ്പം കിട്ടിയതിന്റെ അത്രയും പാഠം എല്ലാം ഉള്ളപ്പം കിട്ടിയിട്ടില്ല. ശിഷ്യന്മാർ ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് അന്ന് രാത്രി ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ചിന്തിച്ചോ, അതിന്റെ ഒരു മറുഭാഗം ചിന്തിച്ചോ, അന്ന് രാത്രി എന്തേലും കിട്ടിയിരുന്നെങ്കിലോ? ഒരു 5 എണ്ണം, ഒത്തിരി ഒന്നുമില്ല. അവർ പ്രതീക്ഷിച്ചത് അത്രയും കുടുംബങ്ങൾ, 7 പേരാ മീൻ പിടിക്കാൻ പോയത്. 7 കുടുംബങ്ങൾ പുലരേണ്ടത് കിട്ടണം. പക്ഷെ 5 എണ്ണേ ആകെ കിട്ടിയുള്ളെന്ന് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും തികയാനുള്ളതില്ല. ഇവരെന്നാ പറയും, ഒരു 3-3.5 വർഷമായില്ലേ ഇതൊക്കെ പരിശ്രമിച്ചിട്ട്, കൈ വഴങ്ങാത്തോണ്ട, അല്ലെങ്കിൽ ആ കാലാവസ്ഥയൊക്കെ മാറി, പ്രതിഭാസങ്ങൾ എൽനീനോ പ്രതിഭാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഭാസം, ഈ കടലിന്റെ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി, ഇത് പഠിച്ചു വരാൻ ഒരാഴ്ച എടുക്കും. അപ്പൊ ശ്രമിച്ചാൽ നാളെ എന്ത് ചെയ്യും, ഈ 5 50 ആക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ക്രമേണ ഒരാഴ്ച കൊണ്ട് ലൈഫ് തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞ നാളെ ഒന്നും കൂടെ പരീക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ഈ 5 എണ്ണത്തിൽ കിട്ടുന്നത്. അന്ന് രാത്രി കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ പറയും കിട്ടുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ്. നമ്മൾ ഏറ്റവും മിടുക്കോടെ ശ്രമിച്ചിട്ടും ജനത്തങ്ങ് തോറ്റുപോയെ. അന്ന് രാത്രി മൊത്തം ഇൻവെസ്റ്റ്മെന്റാ നടത്തിയത്. ടൈം ഇൻവെസ്റ്റ് ചെയ്തു, ടാലന്റ് ഇൻവെസ്റ്റ് ചെയ്തു, അവരുടെ റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഈസിക്കൽ ടു വിട്ടപ്പോ ഒരു ബിഗ് സീറോയാ. പക്ഷെ അന്ന് രാവിലെ കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലതുകൊണ്ടോ? ലൈഫിൽ പഠിപ്പിക്കുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ പിടിച്ച 153 കരയിൽ കയറുന്നതിന് മുമ്പ് കരയിൽ എഴുതി വെച്ചിരിക്കുന്ന കരുതൽ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അവിടുന്ന് അപ്പവും കാനലിൽ ചുട്ട മീനും അവിടെ ഉണ്ട് എന്ന് പറയാം. അവരോട് പറഞ്ഞത്, നിങ്ങൾ അവിടെ പോകുന്നതിന് മുമ്പ് ഇവിടെ കരുതൽ ഒരുക്കാൻ എനിക്ക് പറ്റും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ചില 0 ലൈഫിനകത്തെ പാഠമാണ്. ലൈഫിനകത്ത് എവിടെയൊക്കെ ശൂന്യതയ്ക്കകത്ത് എറിയപ്പെട്ടവരെ നോക്കി ഇന്ന് രാത്രി ഞാൻ ദൈവിക ദൂത് കൈമാറുന്നു. നിങ്ങൾ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വന്നേ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് വന്നേ, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് വന്നേ. പത്രോസിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് കർത്താവ് ചോദിച്ചു, നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നോ? 1, 2, 3 പ്രാവശ്യം പൊട്ടിക്കരഞ്ഞു. കർത്താവിന് മനസ്സിലായി, അവൻ ഇത്രയും കാലം കർത്താവെ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞതുപോലെ അല്ല ഈ കരച്ചില്. അതിനു മുമ്പേ പറഞ്ഞതാ, ഞാൻ മരിക്കാൻ തയ്യാറാ. പക്ഷെ ഒരു പെങ്കൊച്ചിന്റെ ചോദ്യത്തിന് മുമ്പിൽ ആളോടി. പക്ഷെ ഇപ്പം കർത്താവിന് മനസ്സിലായി അതുപോലല്ല. അവൻ ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ അവൻ സമർപ്പിച്ചു കൊടുക്കാനും മനസ്സിലായി, അവനെ ഏൽപ്പിച്ചു കൊടുക്കാനും മനസ്സിലായി. ഞാൻ പറയുന്നു, അന്നേരം ആ കർത്താവ് പറഞ്ഞ, എന്റെ ആടുകളെ മേയ്ക്കാം. കൂട്ടായ്മ ബന്ധത്തിനകത്തേക്ക് ഒരുവൻ വന്നാൽ അതിനോടൊപ്പം അടുത്ത ദൗത്യവും അവന്റെ മേൽ സ്വർഗം പകരുകയാണ്. ഞാൻ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക്, ഈ ആഴമായ ഡീപ് ഫെലോഷിപ്പിലേക്ക് നിങ്ങൾ ഒരുമിച്ച് അടുത്തു വരാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ദൗത്യങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും ദൈവം നിങ്ങളെ നടത്തും. പുറകോട്ട് പോകരുത്, പിന്മാറിപ്പോകരുത്, തളർന്നു പോകരുത്. നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. മനസ്സിനകത്ത് ഒത്തിരി ചോദ്യങ്ങൾ, ആകുലതകൾ, ക്ഷീണങ്ങൾ, ഒത്തിരിയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ തൊടാൻ പോവുകയാണ്. നിങ്ങൾ ഏത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കർത്താവിന്റെ മുമ്പിൽ കരം ഉയർത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ 2 കരങ്ങളും സ്വർഗത്തേക്കും ഉയർത്തിപ്പിടിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുക. ചില കരങ്ങളെ ദൈവം ആഴമായി സ്പർശിക്കുക.
വൈകാര വേലിയേറ്റങ്ങളിലൂടെ കടന്നു പോകുന്നവർ, വല്ലാത്ത വൈകാരിക ക്ഷീണങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഒട്ടും അതിജീവിക്കാൻ കഴിയുന്നില്ല. സാഹചര്യങ്ങൾ ഞെരുക്കുകയാണ്, സാഹചര്യങ്ങൾ പരാജയപ്പെടുത്തുകയാണ്. ഞാൻ ഇതിനകത്ത് തോറ്റുപോകുമെന്നുള്ള തോൽവിയുടെ ചിന്തകളാണ് പൈശാചിക മേഖലകൾ മനസ്സിനകത്തിടുന്നത്. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, അല്ല, നിങ്ങൾ ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരാമോ? വഴിമാറുക. പ്രതിസന്ധികൾ വഴിമാറുന്ന, തകർച്ചകൾ വഴിമാറുന്ന, ദൈവപ്രവൃത്തിയുടെ നിമിഷങ്ങളായി മാറുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് നൽകുന്ന ആത്മീക അധികാരത്തെ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ അങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സ് സ്വതന്ത്രമാകട്ടെ. ആ ദൈവിക കൂട്ടായ്മ ബന്ധത്തിനകത്തേക്ക് അവർ വരട്ടെ. ദൈവ സാന്നിധ്യത്തിലേക്ക് ജനം വരട്ടെ. ആഴമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവർ സംഭവിക്കട്ടെ. ദൈവകൃപയുടെ നിറവും തികവും വെളിപ്പെടട്ടെ. ദൈവത്താൽ അങ്ങനെ തുറന്നു വരട്ടെ. അങ്ങനെ ദൈവിക ഇടപെടലുകൾ സംഭവിക്കട്ടെ. ഞാൻ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അവരനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദൈവിക അനുഭവങ്ങൾക്കും സ്തോത്രം. ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നമുക്ക് കൊതിക്കാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, കർത്താവുമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും, കരം പിടിക്കും. നിങ്ങൾ തോൽക്കില്ല. കർത്താവിന്റെ കൂട്ടായ്മ ബന്ധത്തിൽ നിങ്ങൾ മുന്നേറും. ഗോഡ് ബ്ലസ് യു.